ശ്രീ രഞ്ജിത്ത് രവീന്ദ്രൻ ഈ അടുത്ത് ടിപ്പു സുൽത്താനെക്കുറിച്ചുള്ള വീഡിയോ ചെയ്തിരുന്നു. ഒരു പാർട്ട് ഇട്ടു, അടുത്ത പാർട്ട് ജനുവരി 3-ന്. അപ്പോൾ നമുക്കറിയാം, ടിപ്പു സുൽത്താനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എപ്പോഴും കേരളത്തിൽ പൊതുവെ രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ടാകാറുണ്ട്. PK ബാലകൃഷ്ണൻ ടിപ്പു സുൽത്താനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. മാത്രമല്ല, ഇവിടുത്തെ ഒരു മതതീവ്രവാദ സംഘടനകൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള അവരുടെ ഒരു നായകൻ ടിപ്പു സുൽത്താനാണ്. അതേസമയം ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും സംബന്ധിച്ചിടത്തോളം അവരുടെ വീടുകളിലെ പട്ടികൾക്ക് ടിപ്പു എന്നുള്ള പേര് കൊടുത്തിട്ടുമുണ്ട്. അത് ചരിത്രപരമായ ഒരു ബന്ധവുമുണ്ട്. യഥാർത്ഥത്തിൽ ആരായിരുന്നു ടിപ്പു സുൽത്താൻ? ടിപ്പുവിനെക്കുറിച്ച് നമ്മൾ എവിടെ വായിക്കുമ്പോഴും രണ്ട് പക്ഷമുണ്ട് എന്നുള്ള സത്യമാണ്. ഒന്ന്, ടിപ്പു തന്നെ എഴുതിയ എഴുത്തുകളും ടിപ്പുവിൻ്റെ ചരിത്രരേഖകളും പറയുന്ന കാര്യങ്ങൾ. രണ്ട്, ടിപ്പു കള്ളം പറഞ്ഞതാണ് എന്ന് കുറച്ച് ഇടതുപക്ഷ ചരിത്രകാരന്മാർ എഴുതുന്നത്. നമ്മൾ ആരെ വിശ്വസിക്കണം? ടിപ്പുവിനെയും ടിപ്പുവിൻ്റെ കൊട്ടാര രേഖകളെയും വിശ്വസിക്കണോ, അതോ ഇതിനെ വ്യാഖ്യാനം ചെയ്ത് അങ്ങനെയല്ല, ഞങ്ങളുടെ ടിപ്പു നല്ലവനാണ്, അയാൾ ഇങ്ങനെ ചെയ്തിരിക്കാൻ സാധ്യതയില്ല, കള്ളം പറഞ്ഞതാവാനാണ് സാധ്യത എന്ന് പറയുന്ന വേറൊരു പക്ഷവുമാണ് നമ്മൾ കാണുന്ന രണ്ട് പക്ഷം. അപ്പോൾ ആരെ വിശ്വസിക്കണം എന്ന് ചോദിച്ചാൽ, നമ്മൾ ഏതൊരു കോടതിയിലും അല്ലെങ്കിൽ എവിടെയാണോ ഒരാൾ സ്വന്തമായി രേഖകൾ എഴുതിയത്, പ്രത്യേകിച്ച് ടിപ്പു സുൽത്താനായിരുന്നല്ലോ, ഹൈദറിന് ശേഷം രാജാവായിരുന്നു, കൊട്ടാര രേഖകളുണ്ട്. ആ രേഖകൾ പ്രകാരവും ടിപ്പു സ്വയം എഴുതിയ എഴുത്തുകൾ പ്രകാരവും ടിപ്പു സുൽത്താൻ മതഭ്രാന്തനായ, ജിഹാദിന് വേണ്ടിയിട്ട് മറ്റ് രാജ്യങ്ങളെ ആക്രമിച്ച് അവിടുത്തെ ക്ഷേത്രങ്ങളും പള്ളികളും പൊളിച്ച് അവിടുത്തെ മനുഷ്യരെ കൂട്ടക്കൊല ചെയ്യുകയും അവരെ മതം മാറ്റുകയും ചെയ്ത് ഇതാണ് തൻ്റെ ജിഹാദ് എന്ന് പറയുകയും ആ സംഖ്യ തനിക്ക് അടുപ്പമുള്ള ആളുകൾക്ക് അയക്കുകയും ചെയ്ത ഒരു വ്യക്തിയായിരുന്നു ടിപ്പു. അതായത് ഇപ്പോൾ പൊതുവെ കേരളത്തിലെ ഹിന്ദുക്കളെക്കുറിച്ച് പറയുമ്പോൾ അവർ നേരിട്ട രണ്ട് വലിയ അതിക്രമങ്ങൾ, പ്രത്യേകിച്ചും മലബാറിൽ, ഒന്ന് ടിപ്പു സുൽത്താൻ്റെ ആക്രമണം, രണ്ട് 1921 ലഹള അല്ലെങ്കിൽ കലാപം. അപ്പോൾ ഇത് രണ്ടാണ് നേരിട്ടത്. അപ്പോൾ അതിൻ്റെ ഒരു ആഘാതത്തിൽ നിന്ന് ഒരു പക്ഷേ ഇന്നും കേരളത്തിലെ ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾ പലതും മുക്തമായിട്ടില്ല. ഇന്നും തകർന്നു കിടക്കുന്ന ക്ഷേത്രങ്ങൾ മലബാറിലുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ ടിപ്പു സുൽത്താൻ ഒരു മതതീവ്രവാദിയല്ല, അദ്ദേഹം ഒരു മതേതരനായിരുന്നു? പ്രത്യേകിച്ചും ജാതി, അതായത് അദ്ദേഹം ചെയ്തത് ദലിതർക്ക് വേണ്ടിയായിരുന്നു, ഇവിടുത്തെ ഹിന്ദുക്കളെ അല്ലെങ്കിൽ സവർണ ഹിന്ദുക്കളെയാണ് കൂട്ടക്കൊല ചെയ്തെന്നൊക്കെയുള്ള വ്യാഖ്യാനങ്ങൾ ഒരേ സമയം മതതീവ്രവാദികളും ഇടതുപക്ഷവും കൊടുക്കാറുണ്ട്. ടിപ്പു സുൽത്താൻ്റെ രേഖകളിൽ ഒന്നും തന്നെ ഞാൻ മലബാറിലെ നായന്മാരെ കൊന്നുവെന്നോ അല്ലെങ്കിൽ തീയരെ കൊന്നുവെന്നോ മതം മാറ്റിയൊന്നുമല്ല, ഞാൻ മലബാറിലെ ഹിന്ദുക്കളെ കൊന്നു എന്നാണ്. വിഗ്രഹാരാധകരുടെ കൂട്ടത്തിൽ പൂണൂരിട്ട വിഗ്രഹാരാധകനാണോ പൂണൂരിടാത്ത വിഗ്രഹാരാധകനാണോ അങ്ങനെ യാതൊരു വ്യത്യാസവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ ടിപ്പുവിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ചരിത്രകാരന്മാർ വർഷങ്ങളായി ശ്രമിക്കുന്നുണ്ട്. ആ ശ്രമിക്കുന്നതിൻ്റെ ഫലമായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും എളുപ്പം ടിപ്പു കൊന്നത് നായന്മാരെയാണ് അല്ലെങ്കിൽ ബ്രാഹ്മണരെയാണ് എന്ന് എഴുതി വെച്ചാൽ ടിപ്പു ചെയ്ത ക്രൂരതകൾ കുറച്ച് കാണിച്ച് വെള്ളപൂശാൻ പറ്റും എന്നൊരൊറ്റ കാരണം കൊണ്ടാണ്. അതല്ലാതെ ഇതിന് മറ്റെന്തെങ്കിലുമുള്ള കാരണം, നിങ്ങൾ തെളിവ് കാണിക്കണം. നമ്മൾ ഏതൊരു കാര്യത്തിലേക്ക് പോകുമ്പോഴും തെളിവ് കാണിക്കലാണല്ലോ. ടിപ്പു പറഞ്ഞിരിക്കുന്നു, ഞാൻ മലബാറിൽ, ടിപ്പുവിൻ്റെ എഴുത്ത് പ്രകാരം ഞാൻ മലബാറിൽ 4 ലക്ഷം ഹിന്ദുക്കളെ കൺവേർട്ട് ചെയ്തു എന്നാണ് ടിപ്പു എഴുതിയിരിക്കുന്നത്. ചരിത്രകാരന്മാർ പറയുന്ന ഇല്ല 4 ലക്ഷമൊക്കെ കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല, ടിപ്പു അത്രയൊക്കെ ചെയ്ത് കാണില്ല, ടിപ്പു കള്ളം പറയുന്നതാണ്. അതായത് ടിപ്പു ചെയ്തു എന്ന് ടിപ്പു പറയുന്നു, അല്ല ടിപ്പു കള്ളനാണ്, അത്ര ചെയ്തിട്ടില്ല എന്നിവർ പറയുന്നു. പക്ഷേ എന്തായാലും 4 ലക്ഷം നിങ്ങൾ കുറച്ചോളൂ, ടിപ്പു 4 ഇരട്ടിയാക്കി പറഞ്ഞോളൂ. 1 ലക്ഷം ഹിന്ദുക്കളെ കൊന്നിട്ടുണ്ട് എന്നെങ്കിലും നമുക്ക് 4 ലക്ഷം ടിപ്പു പറയുമ്പോൾ ഒന്നെങ്കിലും വിശ്വസിക്കാമല്ലോ. അപ്പോൾ തെളിവുകൾ പൂർണ്ണമായിട്ടും ടിപ്പു ഇത് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ്. ഈ മൈസൂരിൽ നിന്നുള്ള ആ ഒരു പടയോട്ടം, പ്രത്യേകിച്ചും കേരളത്തിലേക്കുള്ള അതിൻ്റെ ഒരു തുടക്കവും അതുവഴി ഹിന്ദുക്കളെ മാത്രമല്ല ക്രിസ്ത്യാനികളെയും കൂട്ടക്കൊല ചെയ്തിരുന്നു. ഇതിൽ പറയുമ്പോൾ നമുക്ക് ഇതിനോട് ചേർത്ത് വയ്ക്കാൻ കഴിയുന്നത് ഈ അടുത്ത കാലത്ത് ആലപ്പുഴയിൽ മുഴങ്ങിയ ഒരു മുദ്രാവാക്യമുണ്ട്, അവലും മലരും. അതേ പോയിൻ്റാണ്. അതായത് ഒരേ സമയം ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും, അതാണ് ആ ഒരു ഭീഷണി. അതായത് അവർ ടിപ്പുവിൻ്റെ പിൻഗാമികളെന്ന് സ്വയം അവകാശപ്പെടുന്നവരായിരുന്നു പോപ്പുലർ ഫ്രണ്ടുകാർ. അതെ. ഇപ്പോൾ ഇത് ആ ഒരു കോയിൻസിഡൻസ് എങ്ങനെയാണ് കാണുന്നത്? അല്ല,
ഈ ഒരു കോയിൻസിഡൻസ് മാത്രമല്ല നോക്കേണ്ടത്. നമ്മൾ പലപ്പോഴും സത്യം തുറന്നു പറയാൻ നമ്മുടെ കേരള സമൂഹത്തിന് മടിയുണ്ട്. സത്യം തുറന്നു പറയുന്ന ആൾ വർഗീയവാദമാണ്, ആളുകളെ വിഘടിപ്പിക്കാനാണ് എന്നൊക്കെ. അതായത് ഒരു അസത്യം പറഞ്ഞ് ആളുകളെ തമ്മിലടിപ്പിക്കുന്നതാണ് വർഗീയത. സത്യം തുറന്നു പറയുന്നത് നമ്മൾ അഭിപ്രായം പറയുകയോ അല്ലെങ്കിൽ നമ്മൾ സത്യം തുറന്നു കാണിക്കുകയാണ്. അതായത് 700-ാം നൂറ്റാണ്ട് 8-ാം നൂറ്റാണ്ടിലാണ് ആദ്യമായി ഇസ്ലാമിക് ഇൻവേഷൻ നമ്മുടെ ഭാരതത്തിലെ സിന്ധിലേക്ക് വരുന്നത്. ആ ഒരു കാലഘട്ടം തൊട്ട്, അതായത് ആദ്യമായിട്ട് വന്ന ഖാസി ആയാലും അല്ലെങ്കിൽ ഖിൽജി ആയിക്കഴിഞ്ഞാലും അതിനുശേഷം ബാബർ ആയിക്കഴിഞ്ഞാലും ടിപ്പു സുൽത്താൻ ആയിക്കഴിഞ്ഞാലും തൊട്ട് വാര്യംകുന്നൻ അയാളും രാജാവായിട്ട് സ്വയം പ്രഖ്യാപിച്ച ആളാണല്ലോ. അപ്പോൾ നമ്മൾ രാജവംശം കൂട്ടുമ്പോൾ വാര്യംകുന്നനെ വരെ കൂട്ടണം. ഈ മുഴുവൻ സമൂഹത്തിനും ഉണ്ടായിരുന്നൊരു പ്രധാന പ്രത്യേകത അത് കാഫറുകൾക്കെതിരെയുള്ള യുദ്ധമായിരുന്നു. അത് എല്ലാ കാലത്തും അവർ വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, ഒരാൾ സ്വയം ഞാൻ ചെയ്തത് ജിഹാദാണ് എന്ന് എഴുതി വെച്ചിരിക്കുന്ന അവരുടെ പുസ്തകങ്ങൾ, അവരുടെ എഴുത്തുകൾ കണ്ടിട്ട് എന്തിനാണ് ഇടത് ചരിത്രകാരന്മാരും നിഷ്പക്ഷരെന്ന് പറയുന്ന ആളുകളും അല്ല അവർ ചെയ്തത് ജിഹാദല്ല എന്ന് പറയാൻ പോകുന്നത്? അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ചെയ്തത് ജിഹാദാണ് എന്ന്. അതായത് ഇസ്ലാമിക് ഇൻവേഷൻ തുടങ്ങിയ കാലം തൊട്ട് തന്നെ ക്ഷേത്രങ്ങൾ ആക്രമിക്കുക, മനുഷ്യരെ നിർബന്ധിച്ച് മതം മാറ്റുക, പശുവിനെ ക്ഷേത്രങ്ങളിൽ കൊണ്ടുവച്ച് കൊന്ന് രക്തം ഒഴുക്കുക, രക്തവും പശുവിൻ്റെ ആന്തരിക അവയവങ്ങളും ഒഴുക്കുക. ഇത് പഞ്ചാബിലെ സുവർണ ക്ഷേത്രത്തിൽ ചെയ്തിട്ടുണ്ട്. പഞ്ചാബിലെ സുവർണ ക്ഷേത്രത്തിൻ്റെ കുളം മുഴുവൻ പശുവിൻ്റെ രക്തം കൊണ്ട് നിറച്ചിട്ടുണ്ട്. ഇത് ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് ടിപ്പു ചെയ്തിട്ടുണ്ട്. എന്തിനേറെ 1947 ഇന്ത്യക്ക് അതായത് സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ പുസ്തകത്തിൽ പറയുന്നുണ്ട്, പാകിസ്ഥാനിൽ വെച്ച് ഹിന്ദുക്കളെ കൂട്ടമായി ക്യൂവിൽ നിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് വാള് വേണോ അതോ ഞങ്ങളുടെ മതം സ്വീകരിക്കുന്നു എന്ന ചോദ്യത്തിന് മതം സ്വീകരിക്കാൻ സന്നദ്ധരായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് പശുമാംസം കൊടുത്താണ് അവരെ മതത്തിലേക്ക് കൊണ്ടുവന്നത്. ഇക്കാര്യങ്ങൾ ചരിത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും ഈ 8-ാം നൂറ്റാണ്ട് മുതൽ ഈ കഴിഞ്ഞ 1947 വരെയുള്ള സമയത്തൊക്കെ മുഴുവൻ ഭാരതത്തിലും പാകിസ്ഥാനിലും കണ്ട കാര്യമാണ്. അത് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുക, സമ്പത്ത് സ്വന്തമാക്കുക എന്നതിലുപരി ഈ രാജാക്കന്മാരും ഈ വ്യക്തികളും ഒക്കെ തന്നെ ഇത് തങ്ങളുടെ മതം പ്രചരിപ്പിക്കാനുള്ള മാർഗവും തങ്ങളുടെ മതത്തിൽ വിശ്വസിക്കാത്ത അവിശ്വാസികളെ കൊന്നൊടുക്കാനുള്ള മാർഗവും ഒക്കെ തന്നെ ആ രീതിയിൽ അവർ മുന്നോട്ട് കൊണ്ടുപോയ ഒന്നാണ്. അതിനെന്തിനാണ് വെള്ളം പൂശുന്നത്? ഈ ടിപ്പു സുൽത്താൻ്റെ ആ ഒരു തുടക്കം, അല്ലെങ്കിൽ ഹൈദറിൽ നിന്ന് അധികാരം കിട്ടിയതിന് ശേഷം എങ്ങനെയായിരുന്നു അയാളുടെ ആ പടയോട്ടം? ടിപ്പുവിൻ്റെ പടയോട്ടം എന്ന് പറഞ്ഞാൽ അതൊരു പ്രസിദ്ധമായ ഒരു കുപ്രസിദ്ധം എന്ന് തന്നെ പറയാം. കുപ്രസിദ്ധം. അതായത് നമ്മൾ അറിയാത്തൊരു കാര്യം, ഏതാണ്ട് 17 വർഷം മാത്രമാണ് ടിപ്പു അധികാരത്തിലിടുന്നത്. ഹൈദർ ശരിക്കും ഒരു എക്സെപ്ഷണലി കേപ്പബിളായിട്ടുള്ള വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു യോദ്ധാവായിരുന്നു. അത് എങ്ങനെ അധികാരത്തിലെത്തണം, എങ്ങനെ അധികാരം നിലനിർത്തണം, ആരെ അഡ്മിനിസ്ട്രേഷനിൽ നിർത്തണം, ആരെ നിർത്തരുത്, ഇത്തരം കാര്യങ്ങളിൽ വളരെയധികം കഴിവുള്ള ഒരു രാജ്യത്തെ ഭരണം പിടിച്ചെടുത്ത് ചുറ്റുപാടുള്ള മുഴുവൻ രാജ്യങ്ങളെയും അതായത് കൂടെ ചേർക്കാൻ മാത്രം നൈപുണ്യമുള്ള ഒരു ഭരണാധികാരിയായിരുന്നു ഹൈദർ നിരക്ഷരനായിരുന്നു, അതിക്രൂരനായിരുന്നു. അതായത് ടിപ്പു കാണിച്ചിട്ടുള്ള എല്ലാ ക്രൂരതയും ഹൈദർ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഹൈദർ ഒരു കാലത്തും ടിപ്പുവിനെ പോലെ മതഭ്രാന്തനായിരുന്നില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വ്യത്യാസം. നമ്മളോട് എന്താണ് ടിപ്പുവിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ കൂടുതൽ ഈ വിഷയത്തിൽ വാചാലരാകുന്നത് എന്ന് ചോദിച്ചാൽ, ടിപ്പു കാണിച്ചിട്ടുള്ള അത്രയും ക്രൂരത അശോകൻ കാണിച്ചിട്ടുണ്ട്. അശോകൻ്റെ അത്രയും മനുഷ്യരെ ഈ കലിംഗ യുദ്ധം അശോകൻ മതം മാറുന്നതിന് മതം മാറിക്കഴിഞ്ഞാണ്. ബുദ്ധനായ അശോകനാണ് ഒരുപാട് പേരെ കൊന്നൊടുക്കിയത്. എല്ലാ രാജാക്കന്മാരെയും ആളുകളെ കൊന്നൊടുക്കിയിട്ടുണ്ട്, സമ്പത്ത് കൊള്ളയടിച്ചിട്ടുണ്ട്, ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ വളരെ ചുരുക്കം രാജാക്കന്മാർ മാത്രമേ ഈ തങ്ങളുടെ നരനായാട്ട് മതപ്രചരണത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളൂ. ഹൈദർ മതപ്രചരണത്തിന് വേണ്ടിയല്ല ആക്രമണങ്ങൾ ഉപയോഗിച്ചത്. ഹൈദർ പിടിച്ചെടുത്തിട്ടുണ്ട്, കൊന്നിട്ടുണ്ട്. ടിപ്പുവിനേക്കാൾ ക്രൂരനായിരുന്നു ഹൈദർ. പക്ഷേ ഹൈദറിൻ്റെ ആക്രമണങ്ങളിലൊന്നും തന്നെ മതപ്രചരണത്തിന് വേണ്ടി ആയിരുന്നില്ല. പക്ഷേ ടിപ്പുവിൻ്റെ ആക്രമണം മതപ്രചരണത്തിന് വേണ്ടിയായിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട എന്തുകൊണ്ടാണ് ടിപ്പുവിനെ എതിർക്കുന്നത് എന്നതിൻ്റെ പ്രധാന വസ്തു ഇതാണ്. അതായത് അത്ര തന്നെ ക്രൂരനായിരുന്ന ഹൈദറാണ് ആദ്യമായിട്ട് ഇവിടെയൊക്കെ പടയോട്ടത്തിലെത്തിയത്. ഹൈദറാണ് ആദ്യം മലബാർ കോസ്റ്റിലേക്ക് എത്തുന്നത്. മംഗലാപുരത്തും കൂർഗിലും ഒക്കെ പട നയിച്ച്
അവയെല്ലാം പിടിച്ചെടുത്തത് ഹൈദറാണ്. പക്ഷേ പോയിടങ്ങളിലൊന്നും തന്നെ ഹൈദർ ഈ രീതിയിൽ ക്ഷേത്രങ്ങൾ നശിപ്പിക്കുകയോ അന്യമതസ്ഥരെ മതം മാറ്റം നടത്തുകയോ ചെയ്തിട്ടില്ല. ഹൈദറും തൻ്റെ മൈസൂർ അഡ്മിനിസ്ട്രേഷൻ, അതായത് ഹൈദർക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, മൈസൂരിലെ ഹിന്ദുക്കൾ, അതായത് ഹിന്ദുക്കൾ പൊതുവെ യുദ്ധത്തിന് കൊള്ളില്ല. അതുകൊണ്ട് തന്നെ ഹൈദർ തൻ്റെ പട്ടാളത്തിൽ മുഴുവൻ മുസ്ലിം വിശ്വാസികളെ ചേർക്കുകയും പട്ടാളം അവരുടെ രീതിയിലായിരുന്നു. പക്ഷേ അഡ്മിനിസ്ട്രേഷൻ പൂർണ്ണമായും ഹിന്ദുക്കളുടെ കയ്യിൽ നിർത്തത്തക്ക രീതിയിലായിരുന്നു ഹൈദറിൻ്റെ കാലത്തെ ഉണ്ടായിരുന്ന മൈസൂരിൻ്റെ സിസ്റ്റം. നമുക്കത് മനസ്സിലാവും. ഹൈദർ അവിടെ മൈസൂരിൻ്റെ അധികാരം പിടിച്ചെടുക്കുന്നു. അതിനുശേഷം മറ്റ് രാജ്യങ്ങളെ ആക്രമിക്കുന്നു. ബ്രിട്ടീഷുകാരെയും ശരിക്കും 4 തവണ ബ്രിട്ടീഷുകാർക്കെതിരെ ടിപ്പു യുദ്ധം ചെയ്യുകയും അതായത് മൈസൂർ യുദ്ധം ചെയ്യുകയും ആദ്യത്തെ 2 തവണ ഹൈദർ ജീവനോടെ ഇരുന്ന കാലത്താണ് ബ്രിട്ടീഷുകാരെ തോൽപ്പിച്ചത്. ടിപ്പു വന്നതിന് ശേഷം, അതായത് ടിപ്പു അധികാരത്തിലെത്തിയതിന് ശേഷം നടന്ന 2 യുദ്ധത്തിലും ബ്രിട്ടനോട് മൈസൂർ തോറ്റു. അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഹൈദരാലിയാണ് ശരിക്കും ബ്രിട്ടനെ തോൽപ്പിച്ചത്, ടിപ്പു സുൽത്താൻ അല്ല. ചരിത്രത്തിൽ നമ്മളോട് പലരും പറയുന്ന ആ ഇതിൽ നിന്ന് വ്യത്യസ്തമായ പ്രധാന കാര്യം, ഹൈദർ ഒരു യുദ്ധവീരനായിരുന്നു, ക്രൂരനായിരുന്നു, പക്ഷേ ഹൈദർ മതഭ്രാന്തനായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ ഹൈദറിനെ തൻ്റെ കഴിവുകൊണ്ട് രാജ്യം പിടിച്ചെടുത്ത അതിക്രൂരനായ ഭരണാധികാരികളുടെ കൂട്ടത്തിലുള്ള ഒരാളായിട്ടാണ്. പക്ഷേ ടിപ്പുവിൻ്റെ കാലത്തേക്ക് എത്തുമ്പോൾ, ടിപ്പു അധികാരത്തിലെത്തുന്ന സമയത്ത് ഹൈദർ ഓൾറെഡി തോൽപ്പിച്ച ബ്രിട്ടൻ, ഹൈദർ ഓൾറെഡി പിടിച്ചെടുത്ത കൂടക്, മംഗലാപുരം, നമ്മുടെ മലബാർ, ഇവിടങ്ങളിൽ പലയിടത്തും കലാപങ്ങൾ ആരംഭിച്ചു. രാജ്യം പുതിയൊരു രാജാവിൻ്റെ കീഴിൽ നിൽക്കാതെ വിട്ടുപോകുന്നു. കപ്പം കൊടുക്കുന്നില്ല, സാമൂതിരിയൊന്നും കപ്പം കൊടുക്കുന്നില്ല, അങ്ങനെ കപ്പം കൊടുക്കാത്ത സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വന്നതോടുകൂടിയിട്ട് ടിപ്പു വീണ്ടും ഇതിനെയൊക്കെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നു. അങ്ങനെ ടിപ്പു ആദ്യം മംഗലാപുരത്തേക്ക് പോകുന്നു. അവിടെയാണ് ഒരു ക്രിസ്തു വിശ്വാസികളുടെ എന്താണ് പറയുന്നത്, ഒരു ബുധനാഴ്ച ദിവസമാണത്. അതൊരു ബുധനാഴ്ചയാണ്, അവരുടെ ആഷ് വെനസ്ഡേ എന്ന് പറയുന്ന ഒരു ദിവസമാണ്. അന്ന് ടിപ്പു ഓർഡർ ചെയ്തു, ഈ ദിവസം പള്ളികളിലെത്തുന്ന വിശ്വാസികളെ കാത്ത് ടിപ്പുവിൻ്റെ സൈനികരോട് നിൽക്കാൻ ആവശ്യപ്പെട്ടു. അന്ന് പള്ളിയിലെത്തിയ ആളുകളെ, 10,000 ആളുകളെ മംഗലാപുരത്തെ വിവിധ പള്ളികളിൽ നിന്ന് ടിപ്പുവിൻ്റെ സുൽത്താൻ പിടികൂടി. ടിപ്പു സുൽത്താൻ്റെ പട്ടാളം, സ്ത്രീകൾ, കുട്ടികൾ, മുതിർന്ന പുരുഷന്മാർ അടക്കം, അവരോട് ഈ പറയുന്ന നമ്മൾ കേട്ട ഈ ആരാണ് ഗോറി ചോദിച്ച, അല്ലെങ്കിൽ കാശ്മീരിൽ ചോദിച്ച, പാകിസ്ഥാനിൽ ചോദിച്ച, വാര്യംകുന്നൻ ചോദിച്ച അതേ ചോദ്യം, നിങ്ങൾ എന്നെ മതം സ്വീകരിക്കുന്നു അതല്ല നിങ്ങൾ മരിക്കുന്നു, ആ ചോദ്യം ചോദിക്കുകയും മതം സ്വീകരിച്ച ആളുകളെ അവിടെ വെച്ച് കൺവേർട്ട് ചെയ്തു. അങ്ങനെ മതം സ്വീകരിക്കാത്ത 30,000-നും 60,000-നും അടുത്ത് വരുന്ന സംഖ്യ, അതായത് ഏറ്റവും കുറഞ്ഞ എസ്റ്റിമേറ്റ് 30 കൂടിയ എസ്റ്റിമേറ്റ് 60, അതിന് മുകളിലേക്ക് പോകുന്നു. അത്ര വലിയൊരു സംഖ്യ ക്രിസ്ത്യാനികളെ അവിടെ നിന്ന് ചങ്ങലക്കിട്ട് ശ്രീരംഗപട്ടണത്തിലേക്ക് കൊണ്ടുപോകുന്നു. ആ കൊണ്ടുപോകുന്ന യാത്രയിൽ ഏതാണ്ട് 20,000-ഓളം ആളുകൾ, എതിർത്ത ആളുകൾ മരിച്ചുവെന്നും, അങ്ങനെ ബാക്കിയുള്ളവരെ കൊണ്ടുപോയിട്ട് ശ്രീരംഗപട്ടണത്ത് ടിപ്പുവിന് വലിയൊരു തടവറയുണ്ട്. അവിടെ തടവിലിട്ട് ആജീവനാന്തം മതം മാറുന്നത് വരെ അവിടെ ഇട്ടിരിക്കുക. മതം മാറുന്നവരെ അവിടെ നിന്ന് ഈ മതം മാറിയ ആളുകളെ പിന്നീട് ടിപ്പുവിൻ്റെ വിവിധ രാജ്യങ്ങളിൽ, കൊടകിലടക്കമുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോയി അവിടെ സ്ഥലം കൊടുത്ത് താമസിപ്പിക്കാം. അവരെ മംഗലാപുരത്ത് നിന്ന് തിരിച്ചു കൊണ്ടുവന്നിട്ട് ഇത് മംഗലാപുരത്ത് ചെയ്തു. ഈ മംഗലാപുരത്തിന് ശേഷമാണല്ലോ കുടകിലേക്ക്, അവിടെ ഒരു ഭയങ്കരമായ കുറ്റങ്ങൾ, ക്രൂരതകൾ നടത്തിയിട്ടുണ്ട്. അതെ, ഏറ്റവും വലിയ ക്രൂരതകളിലൊന്ന് നടന്നത് കുടകിലാണ്. കുടകിൻ്റെ പ്രത്യേകത അറിയാമല്ലോ, കുടക് വീരശൂരന്മാരായ യോദ്ധാക്കളുടെ, ഒന്നിനു മുന്നിലും തോറ്റു കൊടുക്കാത്ത യോദ്ധാക്കളുടെ നാടാണ് കുടക്. നമ്മുടെ മുൻ ഫീൽഡ് മാർഷലായിരുന്ന KM കരിയപ്പ, അദ്ദേഹം കുടകയാണ്. അത് കുടകുകളിൽ ഒരു വീര്യത്തിൻ്റെ സൂചന കൂടിയാണ്, അവരുടെ ഒരു ആത്മധൈര്യത്തിൻ്റെ ഒക്കെ. ഈ കുടകിലേക്കാണ് ടിപ്പു എത്തുന്നത്. ടിപ്പുവിൻ്റെ സൈന്യത്തിന് കുടകിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. കുടകുകൾ അവർ ഒളിപ്പോരും അല്ലെങ്കിൽ കാടുകൾ കേന്ദ്രീകരിച്ചുള്ള യുദ്ധമൊക്കെ ആയിട്ട് വല്ലാതെ നമ്മൾ ടിപ്പുവിൻ്റെ പട എന്ന് പറയുമ്പോൾ ആലോചിക്കേണ്ട കാര്യമുണ്ട്. ടിപ്പുവിൻ്റെ പട ടിപ്പു മാത്രമല്ല, ഫ്രഞ്ച് സൈന്യമാണത്. നമുക്ക് അതേപറ്റി സംസാരിക്കാം. അപ്പം ഫ്രഞ്ച് പടയും ടിപ്പുവും അടങ്ങുന്ന സൈന്യത്തിനെ കുടകുകൾ വല്ലാതെ കഷ്ടപ്പെടുത്തി. അങ്ങനെ ടിപ്പുവിന് കീഴ്പ്പെടുത്താൻ സാധിക്കില്ല എന്നൊരു ഘട്ടം എത്തിയപ്പോൾ ടിപ്പു ഇവരെ സന്ധി ചർച്ചയ്ക്ക് വിളിച്ചിട്ട് ദേവട്ടിപ്പറമ്പ് എന്ന് പറയുന്ന കുടകിലെ ഒരു വലിയ ഒരു ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് ഈ സന്ധി ചർച്ച നടക്കുന്നത്. 1000-കണക്കിന് കുടകളി യോദ്ധാക്കളെ അവരുടെ ഫാമിലി അടക്കം എത്താനാണ് പറഞ്ഞത്. അങ്ങനെ ഇവർ കുടുംബത്തോടെ ഫാമിലിയോട് എത്തുന്നു. ടിപ്പുവിൻ്റെ ഭടന്മാർ അവരോട് ആയുധമൊക്കെ വെച്ചിട്ട് നമ്മൾ സന്ധി ചർച്ചയ്ക്ക് പോകുമല്ലേ, ആയുധമില്ലാതെ വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഈ 1000-കണക്കിന് പേര് കുടകി യോദ്ധാക്കൾ അവർ ഫാമിലിയൊക്കെ ആയിട്ട് കുടുംബത്തോടെ ഈ ഗ്രൗണ്ടിലെത്തുന്നു. ടിപ്പുവിൻ്റെ സൈന്യം അവരെ വളഞ്ഞ് കൂട്ടക്കൊല ചെയ്തു.
അതായത് കുടകിൻ്റെ ഏതാണ്ട് മുഴുവൻ യോദ്ധാക്കളും വരുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ട് അവരെയാണ് കൂട്ടക്കൊല ചെയ്യുന്നത്. അതോടുകൂടിയിട്ട് കുടകികളുടെ പ്രതിരോധം അവസാനിച്ചു. കാരണം അവരുടെ നേതാക്കളും വലിയ യോദ്ധാക്കളടങ്ങുന്ന സംഘമല്ലേ. അതിനുശേഷം അവർ കുടകിലേക്ക് കയറി അവിടെ ഉണ്ടായിരുന്ന ക്ഷേത്രങ്ങൾ, വലിയ ക്ഷേത്രങ്ങളടക്കം മുഴുവൻ നശിപ്പിച്ച് കുടകിനെ നശിപ്പിച്ചു എന്ന് മാത്രവുമല്ല, ഇതിനു മുൻപ് ടിപ്പു മതപരിവർത്തനം നടത്തിയ ആളുകളുണ്ടല്ലോ, ആ ആളുകളിൽ വലിയൊരു ഭാഗത്തിനെ കൊണ്ടുവന്ന് കുടകിൽ താമസിപ്പിച്ചു. അതായത് കുടകിൻ്റെ മുഴുവൻ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള അവരുടെ പ്രത്യേകതകളൊക്കെ മാറ്റി അവിടുത്തെ ആളുകളെ അതൊരു ഹിന്ദു ഭൂരിപക്ഷമായിരുന്ന പ്രദേശത്തേക്ക് ധാരാളം കൺവേർട്ടഡ് മുസ്ലിങ്ങളെ കൊണ്ടുവന്ന് അവർക്ക് ഭൂമി പതിച്ചു കൊടുത്ത് ഭൂമിയുടെ അധികാരം അവർക്ക് കൈമാറി. അങ്ങനെ കുടകിനെ എന്നേക്കുമായി മാറ്റിയെടുത്തു. ഇന്നും കുടകികളോട് പറഞ്ഞാൽ നമുക്കറിയാം കുടകുകൾ ഏറ്റവും വെറുക്കുന്ന ഒരു പേരാണ് ടിപ്പുവിൻ്റേത്. കാരണം അത്ര വലിയ ക്രൂരതയാണ് കുടകിൽ ടിപ്പു കാണിച്ചത്. അതിന് ശേഷം ഇപ്പോൾ കേരളത്തിലേക്ക് കടക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ വായിച്ചിട്ടുണ്ട് ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം ആക്രമണം നേരിടാതിരിക്കാൻ വേണ്ടി അവിടെ അമ്പലപ്പുഴയിലേക്ക് മാറ്റിയ ചരിത്രമൊക്കെ നമ്മൾ വായിച്ചത്. പക്ഷേ വീണ്ടും നമുക്ക് രസകരമായി തോന്നുന്നൊരു കാര്യം, അല്ലെങ്കിൽ നമുക്കത് ഇത്രയും വിരോധാഭാസമായി തോന്നുന്നൊരു കാര്യം, ഇത്രയൊക്കെ ചെയ്യുന്നുള്ള ചരിത്രത്തിലുണ്ടെങ്കിലും ടിപ്പു സുൽത്താൻ എങ്ങനെ മതേതരനായി എന്നുള്ളതാണ്. ടിപ്പു സുൽത്താൻ മതേതരനാണ് എന്നത് വളരെ കുറച്ച് പേര് ടിപ്പു മതേതരനാകാതെ നിവൃത്തിയില്ല എന്ന് കരുതി മതേതരനാക്കാൻ ശ്രമിക്കുന്നതാണ്. എന്ത് കാരണം കൊണ്ടാണ് മതേതരനാണ് എന്ന് ടിപ്പു പറയുന്നത്? ടിപ്പു മതേതരനാണെന്ന് പറയുന്നതിന് കാരണം എന്താണ്? അറിയില്ല. അതാണ് ടിപ്പുവിനെ മതേതരനാക്കാൻ നോക്കുക. ഇവർ പറയുന്ന 1-2 ന്യായങ്ങളിലൊന്ന് ടിപ്പുവിൻ്റെ അഡ്മിനിസ്ട്രേഷൻ സർവീസിൽ ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു എന്നാണ്. അത് വളരെ രസകരമായൊരു കാര്യമാണ്. നമ്മൾ ആദ്യമേ കണ്ടല്ലോ ഹൈദർ അലി വളരെ ബുദ്ധിപൂർവ്വം ഈ ഹൈദർ അലിയാണ് പൂർണ്ണയെ അടക്കമുള്ള ആളുകളെ സർവീസിലേക്ക് കൊണ്ടുവരുന്നത്. ഈ പൂർണ്ണയ്യ ഒരു ബ്രാഹ്മണനായിരുന്നു. പക്ഷേ 11ാമത്തെ വയസ്സിൽ പൂർണ്ണയ്ക്ക് അച്ഛനെ നഷ്ടപ്പെട്ടു. അതിനുശേഷം അന്ന് കണക്കെഴുതാൻ വേണ്ടിയിട്ട് മറ്റ് ആളുകളോടൊപ്പം പോയി. അതായത് അയാൾക്ക് ബ്രാഹ്മണനാണെന്നുള്ള പ്രിവിലേജൊന്നും അയാൾക്കില്ലാതെ അയാൾ കണക്കെഴുതാൻ വേണ്ടി 11ാമത്തെ വയസ്സിൽ തുടങ്ങി. ഈ കണക്കെഴുത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ടാക്സ് കാൽക്കുലേഷനിൽ നമ്മൾ അന്നും ടാക്സ് കാൽക്കുലേഷൻ വളരെ വലുതാണ്. അവിടെ ഇരിക്കുന്ന ടിപ്പു ഇവിടെ സാമൂതിരിയുടെ കപ്പം പിരിക്കുന്നു. അവരുടെ ഒരു അതായത് നമ്മുടെ കൊച്ചി വരെയുള്ള മുഴുവൻ സ്ഥലങ്ങൾ ഹൈദറിൻ്റെ അധീനതയിലായിരുന്നു. അന്ന് തന്നെ ഹൈദറിന് കപ്പം കൊടുക്കുന്ന സ്ഥലങ്ങളായിരുന്നു. തിരുവിതാംകൂർ മാത്രമാണ് അന്ന് ഒരുമാതിരിപ്പെട്ട രാജ്യങ്ങൾക്കൊന്നും അടിപ്പെടാതെ നിന്ന് ഒരേ ഒരു സ്ഥലം തിരുവിതാംകൂറായിരുന്നു. അങ്ങനെ ഈ ഇരിക്കുന്ന കപ്പത്തിൻ്റെയൊക്കെ കണക്ക് നോക്കി കൃത്യമായിട്ട് ടാക്സ് വലിയ കണക്കുകൂട്ടലുകൾ നടത്താനുണ്ട്. ഹൈദറിന് എന്നും ജീവിതത്തിൽ അദ്ദേഹത്തിന് മനസ്താപം ഉണ്ടായിരുന്നൊരു കാര്യം, ഹൈദറിന് വിദ്യാഭ്യാസം ഇല്ലായിരുന്നു. അതായത് എഴുതാനും വായിക്കാനും അറിയില്ല. അങ്ങനെ ഹൈദറിൻ്റെ സർവീസിലേക്ക് പൂർണ്ണയെ എത്തിപ്പെടുകയും അവിടെ വെച്ച് ആളുകൾ പറയുന്നത് കേട്ട് പൂർണ്ണയുടെ കഴിവ് കണ്ടിട്ട് പൂർണ്ണയെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെ ഹൈദറിൻ്റെ കാലത്ത് പൂർണ്ണയ്യ സർവീസിലെത്തുകയും അവിടെ നിന്നിട്ട് ഈ ഖജനാവിൻ്റെ രാജ്യത്തിൻ്റെ കണക്കൊക്കെ നോക്കുന്ന ഒരാളായിട്ടാണ് പൂർണ്ണയ്യ ഉണ്ടായിരുന്നത്. പക്ഷേ വളരെ രസകരമായൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണയ്യയ്ക്ക് ഹൈദറിനോടും ഹൈദറിൻ്റെ കുടുംബത്തോടും തന്നെ ഒരു ദാരിദ്ര്യത്തിൽ നിന്ന് കയറ്റിക്കൊണ്ടുവന്ന് ഈ ഒരു നിലയിലെത്തിച്ച ആളെന്ന നിലയിൽ ആജീവനാന്തം അദ്ദേഹം വളരെ ലോയലായിരുന്നു പൂർണ്ണയ്യയോട്, ഹൈദറിനോടും കുടുംബത്തോടും. ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്താണെന്ന് വെച്ചാൽ ഹൈദർ മരിച്ചു എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കണം. അവിടെ വൊഡയാർ രാജകുടുംബമുണ്ട്. തൊട്ട് മുൻ തലമുറയിൽ നിന്നാണ് അധികാരം പിടിച്ചെടുത്തത്. അതായത് രാജകുടുംബത്തിനെയും അവരെ സപ്പോർട്ട് ചെയ്യുന്നവർ അപ്പോഴും അവിടെ ധാരാളമുണ്ട്. പിന്നെ അതുമാത്രമല്ല ഒരു ഹിന്ദു ഭൂരിപക്ഷ രാജ്യമാണ്. അവിടെ ഒരു മുസ്ലിം രാജകുടുംബം ഹൈദർ ഇത് വെളിയിൽ അറിയാതെ, അതായത് ഈയൊരു വികാരം ഉണ്ടല്ലോ ഞാനതിലേക്ക് വരാം. നമ്മുടെ ഒരു ഹിന്ദു ഭൂരിപക്ഷ പ്രദേശത്തെ നമ്മുടെ ക്ഷേത്രങ്ങളെ ഒക്കെ ഒരു മുസ്ലിം രാജാവ് ഭരിക്കുന്നു എന്നൊരു തോന്നലുണ്ടാക്കാതെ ഭരിക്കാൻ ഹൈദർ എപ്പോഴും വിജയിച്ചിരുന്നു. ടിപ്പു ഒരു പരിധി വരെ അതിൽ വിജയിച്ചു ഈ മൈസൂരിൽ. അങ്ങനെ ഹൈദർ അലി മരിക്കുന്നു. ഹൈദർ മരിച്ച സമയത്ത് ടിപ്പു മലബാർ തീരത്ത് എവിടെയോ ആയിരുന്നു സൈന്യവുമായിട്ട്, മലബാറിന് തൊട്ടടുത്ത്. പൂർണ്ണയ്യ ഈ വിവരം രഹസ്യമാക്കി വെക്കുകയും മറ്റുള്ളവരിതറിയാതെ ടിപ്പുവിനെ വിവരം അറിയിച്ച് ടിപ്പുവിനെ തിരിച്ചെത്തിപ്പിച്ചതിന് ശേഷം ടിപ്പുവിന് അധികാരം ഏറ്റെടുക്കാൻ സാധിക്കുകയും ചെയ്തു. ഇത് പൂർണ്ണയെ അത് ചെയ്തില്ലായിരുന്നുവെങ്കിൽ പൂർണ്ണയുടെ കയ്യിൽ നിന്നുണ്ടാകുമായിരുന്ന ചെറിയൊരു സ്ലിപ്പ് കൊണ്ട് പോലും അന്ന് അധികാരം ടിപ്പുവിന് കൈവിട്ടു പോകുമായിരുന്നു. അപ്പോൾ ആ ഒരു നന്ദി തിരിച്ച് ടിപ്പുവിനും എല്ലാ കാലത്തും പൂർണ്ണയോടുണ്ടായിരുന്നു. നമ്മൾ ആലോചിക്കേണ്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം ഞാൻ ക്ലിയർ ആക്കട്ടെ.
ടിപ്പുവിൻ്റെ മതഭ്രാന്തിനോട് വിരോധമുണ്ടെങ്കിലും ടിപ്പു യുദ്ധത്തിൽ അത്ര മോശപ്പെട്ട ആളായിരുന്നില്ല. ടിപ്പു അത്യാവശ്യം മുഖത്ത് നേരിട്ട് പോവുകയും യുദ്ധം ചെയ്യുകയും ധീരതയും ഒക്കെ ഉള്ള ഒരാളായിരുന്നു. നമ്മൾ ടിപ്പുവിനെ ആ രീതിയിൽ മോശക്കാരനാക്കി കാണേണ്ട കാര്യമില്ല. കാരണം അയാളുടെ മോശം ക്വാളിറ്റികളാണല്ലോ നമ്മൾ അയാളുടെ വിഷയങ്ങളാണ് നമ്മൾ അയാളുടെ ഒരു സൈഡ് മാത്രം കണ്ടിട്ട് കാര്യമില്ല. അപ്പം ടിപ്പുവും പൂർണ്ണയോട് ആ വിധത്തിൽ ലോയലായിരുന്നു. മാത്രവുമല്ല ഇവർക്ക്, അതായത് ടിപ്പുവിൻ്റെ ഭരണകൂടത്തിനും ടിപ്പുവിനും അടക്കം അറിയാവുന്നൊരു കാര്യം, ഇന്ന് പോലും മൈസൂരിൽ ആ സമയത്ത് കണ്ട് 8-9% മുസ്ലിങ്ങളെ മൊത്തത്തിലുള്ളൂ ടിപ്പു ആളുകളെ കൊണ്ടുവന്നുവെങ്കിലും മൈസൂരിലെ ക്ഷേത്രങ്ങൾ, മൈസൂരിൻ്റെ ജനങ്ങൾ ഇവരെയൊന്നും, അതായത് അവരെ ഒരു രീതിയിലും വെറുപ്പിക്കാതിരിക്കാൻ ടിപ്പു മാക്സിമം ശ്രമിച്ചു. കാരണം അവിടുത്തെ മൈസൂരിലെ ജനങ്ങൾ ഒന്നിളകിയാൽ കഴിഞ്ഞ തലമുറയിൽ വൊഡയാർ രാജാവും അവരുടെ ലോയലായിട്ടുള്ള ആളുകളും അവരുടെ മന്ത്രിമാരും അവരുടെ മുഴുവൻ സർവീസും തൊട്ടടുത്തുണ്ട്. തൊട്ടടുത്ത് മറാഠ സൈന്യം തൊട്ടടുത്ത് നിൽപ്പുണ്ട്. മറാഠയ്ക്ക് അവിടേക്ക് എപ്പോഴും കടന്നിട്ട്, അതായത് ആ രാജ്യത്തിൻ്റെ സുരക്ഷ ടിപ്പുവിന് ആവശ്യമായിരുന്നു. അതുകൊണ്ട് ടിപ്പു എന്ത് ചെയ്തെന്ന് വെച്ചാൽ, അത് ഇനി വേറൊരു രസകരമായ കാര്യമുണ്ട്, അതും പറയണമല്ലോ. ഹൈദറും ടിപ്പുവും ചെയ്തൊരു കാര്യം, അവരവരുടെ പട്ടാളത്തിലേക്കും ഭരണത്തിലേക്കും ധാരാളം മുസ്ലിം സേനാ നായകന്മാരെയും മുസ്ലിം വ്യക്തികളെയും ഒക്കെ കൊണ്ടുവന്ന് ചേർത്തു. അതോടുകൂടിയിട്ട് അവരുടെ ഭരണഭാഷ മൊത്തത്തിൽ ഫാർസിയായി. ഭരണഭാഷ ഫാർസി ആയതോടുകൂടിയിട്ട് അന്ന് നാട്ടുരാജ്യങ്ങൾ തമ്മിലുള്ള എഴുത്തുകുത്തിന് മിക്കയിടത്തത് ഡോക്യുമെൻറ്റേഷൻ ഭാഷ. അങ്ങ് ഈ വിക്രമാദിത്യൻ്റെയും ലളിതാദിത്യൻ്റെയും ഒക്കെ സമയം തൊട്ട് ചോളന്മാരുടെയും ഇങ്ങ് ഈ ടിപ്പുവിന് തൊട്ട് മുമ്പുള്ള കാലം വരെ ഡോക്യുമെൻറ്റേഷൻ ഭാഷ സംസ്കൃതമാണ്. അതുമാത്രമല്ല കർണാടകയാണ്, കന്നഡയാണ് ഭാഷ അത്ര നാളുണ്ടായിരുന്നത്. ടിപ്പു ഇത് മാറ്റി ഫാർസിയാക്കി. ഇത് മാറ്റി നമ്മൾ പേർഷ്യൻ എന്ന് പറയുന്ന ഭാഷ ഈ ഫാർസി ആക്കിയതോടുകൂടിയിട്ട് ഭരണത്തിന് ഈ രണ്ട് കാര്യങ്ങളെയും തമ്മിൽ, അതായത് അഡ്മിനിസ്ട്രേഷൻ മുഴുവൻ നടക്കുന്നത് അപ്പോഴും അവിടുത്തെ നേരത്തെ ഉണ്ടായിരുന്ന ഹിന്ദുക്കളായിട്ടുള്ള ആളുകളാണ്. ഈ സൈന്യത്തിൽ ഫാർസി സംസാരിക്കുന്ന മുസ്ലിങ്ങളാണ്. അതും ഇവരുടെ കൂട്ടത്തിൽ ഫാർസി സംസാരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഇത്ര വലിയ രീതിയിലുള്ള കണക്ക് കൂട്ടാൻ ഒരുപക്ഷെ മുഗൾ കോർട്ടിലൊക്കെ ആളുകളുണ്ടാവാം, പക്ഷേ മൈസൂരിൻ്റെ കോർട്ടിൽ അത്തരം ആളുകൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പൂർണ്ണയെ സംബന്ധിച്ച് പൂർണ്ണയ്യ കന്നഡ സംസാരിക്കും, തമിഴ് സംസാരിക്കും, അതുപോലെ സംസ്കൃതം സംസാരിക്കും, മറാഠി സംസാരിക്കും, ഫാർസി സംസാരിക്കും. മാത്രവുമല്ല ബ്രിട്ടീഷ് കാലത്തേക്ക് പൂർണ്ണയ്ക്ക് ഇംഗ്ലീഷ് മനസ്സിലാകുമായിരുന്നു എന്നും പറയപ്പെടുന്നു. അപ്പം അതായത് ഒരു ബഹുഭാഷാ പണ്ഡിതനും സങ്കീർണമായിട്ടുള്ള ടാക്സുകൾ കണക്ക് കൂട്ടാൻ അറിയുകയും ചെയ്യുന്ന ഒരാളുമായിരുന്നു പൂർണ്ണയ്യ. ഒപ്പം ഈ രീതിയിലുള്ള ലോയൽറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷെ ഓർക്കേണ്ട ഒരു കാര്യം, പൂർണ്ണയ്യ ഒരു കാലത്തും ടിപ്പുവിൻ്റെ ദളവയായിരുന്നില്ല എന്നുള്ളതാണ്. ടിപ്പുവിൻ്റെ ദളവ മിർസാദിഖ് എന്ന് വിളിക്കുന്ന, ടിപ്പുവിനെ പിന്നീട് ബ്രിട്ടീഷുകാർക്ക് ചതിച്ചു കൊടുത്ത ഒരു മുസ്ലിമായിരുന്നു ടിപ്പുവിൻ്റെ ദളവ. അതിനൊരു കാരണമുണ്ട്. ടിപ്പു ദൈവത്തിൻ്റെ ഭരണം എന്ന് പറഞ്ഞിട്ടാണ് ടിപ്പു തൻ്റെ ഭരണം നിർവഹിച്ചിരുന്നത്. ആ ഭരണനിർവഹണത്തിൽ ഒരു സമയത്തും ഒരു ഹിന്ദുവിനെ ടിപ്പു ഏർപ്പെടുത്തിയിരുന്നില്ല. അത് മിർസാദിക്കും ടിപ്പുവും തന്നെയായിരുന്നു. പക്ഷേ അതായത് ഈ ധനം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, ഖജനാവ്, ഇതിൻ്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ പൂർണ്ണയെ പോലെ ഒരാളെ ഏർപ്പെടുത്തിയിരുന്നത്. ഇതാണ് അതിൻ്റെ സത്യം. ഈ പറയുന്ന ഇപ്പോൾ നേരത്തെ പറഞ്ഞ മലബാറിലേക്കുള്ള കടന്നുവരവ്, പക്ഷേ അതിന് മുന്നേ ഒരു ചെറിയ ചോദ്യമുണ്ട്. കാര്യം ഈ ടിപ്പുവിനെ വിശേഷിപ്പിക്കുന്നത് വൈദേശിക ആളുകൾക്കെതിരെ പോരാടിയ അല്ലെങ്കിൽ അങ്ങനെ ഒരാളാണെന്നാണ്. പക്ഷേ ഫ്രഞ്ചുകാർ പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്നു. ഈ വൈദേശികർക്കെതിരെ പോരാടി എന്ന് പറയുന്നത് അങ്ങനെ ജനറലൈസ് ചെയ്ത് തെറ്റാണ്. ടിപ്പു ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി എന്നത് സത്യമാണ്. പക്ഷേ തുടക്കം തൊട്ടത് ഹൈദറിൻ്റെ കാലം തൊട്ട് ടിപ്പുവിൻ്റെ അടുത്ത ആളുകളായിരുന്നു ഫ്രഞ്ചുകാർ. ടിപ്പു അത് ഇസ്ലാമോത്കരിച്ചു എന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമായിട്ട് എല്ലാവരും പറയുന്നത് ടിപ്പുവിൻ്റെ രാജ്യത്ത് മദ്യം നിരോധിച്ചു എന്നുള്ളതാണ്. മദ്യം നിരോധിച്ചപ്പോഴും ഫ്രഞ്ചുകാർക്ക് മാത്രം യഥേഷ്ടം മദ്യം കഴിക്കാമായിരുന്നു. ടിപ്പുവിൻ്റെ സൈന്യം തന്നെ ഒരു ഫ്രഞ്ച് ട്രെയിൻഡ് സൈന്യമാണ്. അതായത് നമ്മളീ പറയുന്ന ടിപ്പുവിൻ്റെ ഭരണം, അവിടുത്തെ സൈന്യം, ഇതെല്ലാം ഫ്രഞ്ച് ട്രെയിൻഡ് സൈന്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ടിപ്പു അല്ല അത് ചെയ്തത്, ഹൈദരലി ചെയ്തതാണ്. ഹൈദരലി തൻ്റെ സൈന്യത്തെ ഫ്രഞ്ചുകാരെ കൊണ്ട് പരിശീലിപ്പിക്കുകയും ഒരു ആധുനിക യൂറോപ്യൻ രാജ്യങ്ങളോട് യുദ്ധം ചെയ്ത് നിൽക്കാവുന്ന ഒരു രാജ്യമാക്കി മാറ്റുകയും ചെയ്തു. എൻ്റെ അറിവിൽ യൂറോപ്യൻ രാജ്യങ്ങളെ തോൽപ്പിച്ച 2 രാജ്യങ്ങളാണുള്ളത്. ഒന്ന്
തിരുവിതാംകൂർ മാർത്താണ്ഡവർമ്മയുടെ തിരുവിതാംകൂറും ഹൈദർ അലിയുടെ മൈസൂറും. നമ്മൾ പറയുമ്പോൾ ടിപ്പുവിൻ്റെ മൈസൂറല്ല, ഹൈദർ അലിയുടെ മൈസൂർ. കാരണം നമുക്ക് ചിന്തിക്കുന്ന സമയത്ത് മനസ്സിലാവും മാർത്താണ്ഡവർമ്മയെ പോലെ ദക്ഷിണശാലിയായ ഒരു രാജാവ് ഹൈദറിനെ പോലെ. ഞാൻ മാർത്താണ്ഡവർമ്മയും ഹൈദരെയും കമ്പയർ ചെയ്യുകയല്ല, പക്ഷേ യുദ്ധം എന്നൊരു കാര്യം വരുമ്പോൾ ഇവർ രണ്ടുപേരും ഒരു വൈദേശിക ശക്തിയെ നമ്മളത് പറയാൻ നിവർത്തിയില്ലല്ലോ. അതിനുശേഷം ഇങ്ങോട്ട് എല്ലാ കാലത്തും ടിപ്പുവിൻ്റെ കൂടെ ഫ്രഞ്ചുകാരുണ്ടായിരുന്നു. അവസാനം ബ്രിട്ടീഷുകാരുമായിട്ട്, അതായത് നാലാമത്തെ യുദ്ധത്തിൽ പരാജയപ്പെട്ടതിന് ശേഷം, ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ മൂന്നാമത്തെ യുദ്ധത്തിൽ പരാജയപ്പെട്ടതിന് ശേഷം ടിപ്പു എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഫ്രാൻസുമായിട്ട് കൂടുതലെടുത്തു. അവരുടെ ജോക്കോബിയൻ ക്ലബ്ബ് എന്ന് പറയുന്ന ഒന്നുണ്ട്, അതിൽ അംഗത്വം എടുക്കുകയും അവിടെ ഫ്രാൻസിൻ്റെ പതാക ഉയർത്തി, അന്ന് അതായത് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സൂചനയാണിത്, അങ്ങനെ അവരുടെ അതിൻ്റെ സൂചനയായിട്ട് മരം വെക്കുകയും അതിനുശേഷം സിറ്റിസൺ ടിപ്പു എന്ന് ടിപ്പുവിന് ഫ്രഞ്ചുകാർ ഒരു പട്ടം കൊടുത്ത് ആ പദവിയിലൊക്കെ എത്തിയതിനു ശേഷം ഫ്രഞ്ചുമായി എല്ലാ രീതിയിലും സന്ധി ചെയ്ത് ഫ്രാൻസിൻ്റെ അടുത്ത്, അതായത് ഒരു ടിപ്പുവിന് അധികാരം കിട്ടിയാൽ ഫ്രാൻസിന് അധികാരം കിട്ടുന്നതിന് തുല്യമാണ്. കാരണം കൊടുക്കുന്ന പട്ടം തന്നെ, അതായത് ഫ്രഞ്ച് പൗരന്മാർക്ക് മാത്രം കൊടുക്കുന്ന ഒന്നാണ് ടിപ്പുവിന് അവർ കൊടുത്ത് ഫ്രാൻസുമായിട്ട് യോജിച്ചു പോയതാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പോലെ തന്നെ ഫ്രഞ്ചുകാരും ഇന്ത്യയിൽ അധിനിവേശം നടത്തിയ ശക്തിയാണ്. അധിനിവേശ ശക്തിയാണ്. ഒരു അധിനിവേശ ശക്തിയുടെ കൂടെ മറ്റൊരു രാജ്യവും നിന്നിട്ടില്ലാത്ത, അതായത് മറ്റ് പല രാജ്യങ്ങളും ബ്രിട്ടനുമായിട്ട് സന്ധി ചെയ്തുവെങ്കിലും ഈ ലെവലിലുള്ള ലോയൽറ്റി ഒന്നും മറ്റൊരു രാജ്യവും കാണിച്ചിട്ടില്ല. അപ്പം ഏത് നിലയ്ക്കാണ് അപ്പം വൈദേശിക ശക്തിയോട് ടിപ്പു പോരാടി എന്ന് പറയുന്നത്? ടിപ്പു ബ്രിട്ടനോട് പോരാടി. കാരണം ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലുള്ള യുദ്ധത്തിൽ ടിപ്പു ഫ്രഞ്ചിൻ്റെ സൈഡിൽ നിന്നത് കാരണം ബ്രിട്ടനുമായിട്ട് യുദ്ധം ചെയ്യേണ്ടി വന്നു. തിരുവിതാംകൂർ ബ്രിട്ടനുമായിട്ട് സന്ധി ചെയ്തതിന് കാരണം ടിപ്പു ഫ്രാൻസുമായിട്ട് സന്ധി ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ ഈ തിരുവിതാംകൂറിൻ്റെ അടക്കമുള്ള പതനത്തിന് ഒരു പ്രധാന കാരണം ടിപ്പുവാണ്. ടിപ്പുവിൻ്റെ ആക്രമണം, ഒരു പക്ഷേ ടിപ്പു ഒറ്റയ്ക്കായിരുന്നു വരുന്നതെങ്കിൽ ടിപ്പുവിന് ഈ മുഴുവൻ രാജ്യങ്ങളെയും കീഴടക്കി തിരുവിതാംകൂറിൻ്റെ അതിർത്തി വരെ എത്താൻ പറ്റുമായിരുന്നില്ല. ടിപ്പു ഫ്രഞ്ച് പടയുമായി ചേർന്ന് ഇവിടെ എത്തിയതുകൊണ്ടാണല്ലോ തിരുവിതാംകൂറിന് പോലും അവസാനം ബ്രിട്ടനുമായിട്ട് കരാറിൽ ഒപ്പിടുകയും അങ്ങനെ ഇവഞ്ച്വലി മുഴുവൻ ഇന്ത്യയും ബ്രിട്ടനും അടിപ്പെട്ടു പോകുന്നത്. അപ്പോൾ ഒരു വൈദേശിക ശക്തിയെ വിളിച്ചുകൊണ്ട് വന്ന് നമ്മുടെ രാജ്യത്തെ ആക്രമിക്കലാണോ? ഇനി അതിലും രസകരമായൊരു കാര്യമുണ്ട്. ടിപ്പു പലതവണ വിദേശ മുസ്ലിം രാജാക്കന്മാർക്ക് കത്തെഴുതിയിരുന്നു, ഇന്ത്യയെ ആക്രമിക്കൂ, ഇന്ത്യയെ ആക്രമിച്ച് പിടിക്കൂ, പകുതി രാജ്യം എനിക്കെടുക്കാം, പകുതി നിങ്ങളെടുക്കൂ. നെപ്പോളിയന് കത്തെഴുതിയിരുന്നു ഇന്ത്യ ആക്രമിക്കാൻ ആവശ്യപ്പെട്ടിട്ട്. അങ്ങനെ ഇങ്ങനെയെല്ലാം, അതായത് ബ്രിട്ടനെതിരെ മാത്രം പോരാടി ബാക്കി ഒരു 4-5 വിദേശ ശക്തികളെ ഇന്ത്യയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയും അവർക്കൊപ്പം യുദ്ധം ചെയ്യുകയും ചെയ്ത ആളെങ്ങനെയാണ് വിദേശ രാജ്യങ്ങൾക്ക് വേണ്ടി വിദേശ ശക്തികൾക്കെതിരെ പോരാടുന്നത്? ടിപ്പുവിനെ കുറിച്ച് പൊതുവെ പറയപ്പെടുന്നത്, അതായത് ഈ ടിപ്പുവിൻ്റെ അനുകൂലികളായിട്ടുള്ളവർ പറയപ്പെടുന്നത്, അദ്ദേഹം പോരിൽ നേരിട്ട് പങ്കെടുത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതി മരിച്ച, അത് വേറൊരു സ്വാതന്ത്ര്യ സമര സേനാനിയും അങ്ങനെയില്ല ഇന്ത്യയിൽ എന്നൊക്കെയുള്ള വാദങ്ങൾ പലപ്പോഴും ചർച്ചകൾ കേട്ടിട്ടുണ്ട്. ടിപ്പു യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി എന്നുള്ളത് സത്യമാണ്. ടിപ്പുവിൻ്റെ മരണം പോലും ടിപ്പു ബ്രിട്ടീഷുകാരുടെ തോക്കിന് മുമ്പിൽ നിന്നാണ് മരിച്ചത്. നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ടിപ്പു ആ കോട്ടയിൽ നിന്ന് രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ടിപ്പുവിൻ്റെ തന്നെ ദിളവയായിരുന്ന മിർ സാദിഖിന് ചട്ടം കിട്ടിയിരുന്നു. ബ്രിട്ടീഷുകാർ കോട്ടയ്ക്കുള്ളിലേക്ക് കടക്കുന്ന സമയത്ത് ടിപ്പുവിന് കോട്ടയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗ്ഗങ്ങൾ, പഴുതുകൾ അടച്ചത് മിർ സാദിഖാണ്. അങ്ങനെ അവസാനം ഇയാളെ വെടിവെച്ച് കൊന്നതിന് ശേഷം ടിപ്പു കോട്ടയ്ക്കുള്ളിൽ കൂടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സമയത്ത് യുദ്ധക്കളത്തിലേക്കാണ് ടിപ്പു ചെല്ലുന്നത്. അവിടെ നിന്ന് ടിപ്പു പിന്തിരിഞ്ഞ് ഓടുന്നതിന് പകരം ടിപ്പു തോക്കെടുത്തിട്ട് 1-2 ബ്രിട്ടീഷ് ഭടന്മാരെ വെടിവെച്ച് വീഴ്ത്തുകയും അവർ ടിപ്പുവിനെ വെടിവെച്ചിടുകയും ചെയ്ത് ടിപ്പു ആ പടക്കളത്തിൽ വീണ് മരിച്ചു. പക്ഷേ ആലോചിക്കണം, ടിപ്പു രാജാവാണെന്നും ടിപ്പു സുൽത്താൻ ആണെന്നും ആളുകൾക്ക് മനസ്സിലായില്ല. ഒരുപാട് പറയുന്നത് ആയിരക്കണക്കിന് ഈ മുഗൾ ടിപ്പുവിൻ്റെ സൈനികരുടെ മൃതശരീരങ്ങളുടെ കൂട്ടത്തിൽ ടിപ്പുവിൻ്റെ മൃതശരീരവും കിടക്കുകയായിരുന്നു. ഇവർ പിന്നീട് സെർച്ച് പാർട്ടി അന്ന് രാത്രിയായപ്പോൾ ടിപ്പുവിനെ കാണാൻ സെർച്ച് പാർട്ടിയിൽ അവർ ടിപ്പുവിൻ്റെ മൃതശരീരം കണ്ടെടുക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം ടിപ്പു ബ്രിട്ടീഷുകാരോട്, ഞാൻ നേരത്തെ പറഞ്ഞാൽ ടിപ്പു ഒരു ഭീരുവായിരുന്നു എന്ന് എനിക്ക് അഭിപ്രായമില്ല. ടിപ്പു യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ടിപ്പുവിൻ്റെ ഉദ്ദേശശുദ്ധിയിൽ മാത്രമാണ് ചോദ്യങ്ങളുള്ളത്. ഈ മലബാറിലേക്കുള്ള വരവ്, മലബാറിലെ ഹിന്ദു സമൂഹം അനുഭവിച്ച കഷ്ടപ്പാടുകൾ, അതിനെക്കുറിച്ച് പൊതുവെ അധികം ചരിത്രത്തിലേക്ക് പൊതുവെ മലയാളത്തിൽ
അധികം പറയാറില്ല. കാര്യം അധികം പറഞ്ഞാൽ ടിപ്പു ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ടിപ്പു സുൽത്താൻ ഒരു മത തീവ്രവാദിയായിരുന്നു, അതുകൊണ്ടായിരുന്നു. അതെ അതെ തീർച്ചയായിട്ടും. നമ്മൾ ഈ ടിപ്പുവിനെ കുറിച്ച് സംസാരിച്ച് തുടങ്ങുമ്പോൾ പലരും വന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതിന് ന്യൂട്രലായിട്ട് ഇത് എഴുതാത്തത്, അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ആളുകളെ തമ്മിലടിപ്പിക്കുന്നത്, ഇതൊക്കെയാണ് ചോദിക്കുന്നത്. കാരണം നമ്മളിതിൽ കൃത്രിമമായിട്ടൊന്നും പറയുന്നില്ല. ടിപ്പു തന്നെയോ ടിപ്പുവിൻ്റെ ചരിത്രകാരന്മാരൊക്കെ എഴുതി വെച്ച കാര്യം നമ്മൾ വിശദീകരിക്കുകയാണ്. ഇതാണ് ചരിത്രത്തിൽ നടന്നത്. അത് ക്രൂരതയാണ്. ശരിക്കും മംഗലാപുരത്തും കുടകിലും ചെയ്തതിലും വലിയ ക്രൂരതയാണ് ടിപ്പു മലബാറിൽ ചെയ്തത്. മലബാറിലാണ് ടിപ്പുവിൻ്റെ ക്രൂരത ഏറ്റവും കൂടുതൽ നടന്നത്. ടിപ്പുവിൻ്റെ തന്നെ കണക്ക് പ്രകാരം മറ്റ് സ്ഥലങ്ങളിൽ 1 ലക്ഷത്തിൽ താഴെയാണ് ടിപ്പുവിൻ്റെ ക്ലെയിം. പക്ഷെ മലബാറിൽ ടിപ്പുവിൻ്റെ ക്ലെയിം മാത്രം 4 ലക്ഷമാണ്. ഒന്നിൽ കൂടുതൽ തവണ ടിപ്പു പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ കോഴിക്കോട്ടെ മുഴുവൻ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളാക്കി. ഇത് ടിപ്പു വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ മതത്തിലേക്ക് ആളെ എത്തിക്കാനുള്ള ജിഹാദാണ്. കോഴിക്കോട്ടെ മുഴുവൻ ഹിന്ദുക്കളെയും ഞാൻ മുസ്ലിങ്ങളാക്കി. ഇനിയും തിരുവിതാംകൂറിൽ മാത്രമാണ് ബാക്കിയുള്ളത്. 4 ലക്ഷം പേരെ മതം മാറ്റി. ഇതൊക്കെ ടിപ്പു തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ടിപ്പുവിനെ ക്ഷേത്രങ്ങൾ തകർത്തിരുന്നു. ക്ഷേത്രങ്ങൾ തകർക്കുക ടിപ്പുവിൻ്റെ ഒരു ഹോബിയായിരുന്നു. അല്ല, അതിലെനിക്കൊരു ചോദ്യം കൂടെ. ഈ ക്ഷേത്രങ്ങൾ തകർക്കുന്നത് ക്ഷേത്രങ്ങളുടെ ഉള്ളിലായിരുന്നു സമ്പത്ത്, അതുകൊണ്ട് മാത്രമാണ് ക്ഷേത്രങ്ങൾ തകർക്കുന്നത് എന്നുള്ളത് കാലങ്ങളായി ഇടത് ചരിത്രകാരന്മാരുടെ ഒരു വാദമാണ്. അത് ഇസ്ലാമിൻ്റെ ഇൻവേഷൻ തുടങ്ങി ഇസ്ലാമിൻ്റെ ഇന്ത്യയിലേക്കുള്ള വരവ് തൊട്ട് ഒരുമാതിരിപ്പെട്ട രാജാക്കന്മാരൊക്കെ ക്ലിയറായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മൾ ടിപ്പുവിലേക്ക് വരുന്നതിന് മുമ്പ് സോമനാഥ ക്ഷേത്രം, ഗസ്നി സോമനാഥ ക്ഷേത്രം ആക്രമിക്കുമ്പോൾ 50,000-ഓളം വരുന്ന ഹിന്ദു ഭക്തന്മാർ അത് തടയാൻ ശ്രമിച്ചു. അവരെയൊക്കെ കൊന്നൊടുക്കിയിട്ട് ഗസ്നി സോമനാഥ ക്ഷേത്രത്തിലെത്തി. സോമനാഥ ക്ഷേത്രത്തിലെത്തി നിൽക്കുമ്പോൾ അവിടുത്തെ ബ്രാഹ്മണ പൂജാരിമാർ പലരും വന്നിട്ട് ഗസ്നിയോട് പറയുന്നു, നിങ്ങൾ ചോദിക്കുന്ന പണം ഞങ്ങൾ തരാം, സോമനാഥ ക്ഷേത്രത്തിൻ്റെ ബിംബം തകർക്കരുത്. അയാൾ പറഞ്ഞത്, എനിക്ക് പണമല്ല വേണ്ടത്, ഞാൻ വിഗ്രഹങ്ങൾ രക്ഷിക്കുന്നവനല്ല, വിഗ്രഹങ്ങൾ നശിപ്പിക്കുന്ന ആളാണെന്ന് പറഞ്ഞിട്ട് വിഗ്രഹഭഞ്ജകനാണെന്ന് പറഞ്ഞിട്ട് വിഗ്രഹഭഞ്ജകൻ എന്നർത്ഥം വരുന്ന ഒരു മുക്തീശ്വർ അങ്ങനെന്തോ ഒരു വാക്കാണ്, അതാണ് ഞാനെന്ന് പറഞ്ഞിട്ട് സ്വന്തം കൈകൊണ്ട് സോമനാഥ ക്ഷേത്രത്തിലെ വിഗ്രഹം തച്ചുടച്ചത് ഗസ്നിയാണ്. ഈ ഗസ്നി ചെയ്ത അതിൻ്റെ അതേ മോഡലൊരു സംഭവം കേരളത്തിൽ നടന്നു. ടിപ്പു ആക്രമിച്ച് തളിപ്പറമ്പിൽ രാജരാജേശ്വര ക്ഷേത്രത്തിന് അടുത്തെത്തി. അന്ന് രാജരാജേശ്വര ക്ഷേത്രത്തിൻ്റെ മേൽക്കൂര സ്വർണം കൊണ്ട് മൂടിയ ഒന്നാണ് എന്ന് പറയപ്പെടുന്നു. ടിപ്പു തളിപ്പറമ്പ് ആക്രമിക്കും എന്നുറപ്പായ സമയത്ത് ചിറക്കൽ രാജ 7 ലക്ഷം രൂപയോ മറ്റോ ഒപ്പം ക്ഷേത്രത്തിൻ്റെ സ്വർണ്ണ മേൽക്കൂരയും ഇത് രണ്ടും ടിപ്പുവിന് കൊടുക്കാം, ക്ഷേത്രം ആക്രമിക്കരുത് എന്ന് ഒരു കത്തെഴുതിയിട്ട് ടിപ്പുവിന് അയച്ചു. ടിപ്പുവിന് മറുപടി കൊടുത്തത്, ഈ ഭൂമിയിലും സ്വർഗത്തിലുമുള്ള സർവ്വതും തരാം എന്ന് പറഞ്ഞാലും ഞാൻ ഈ ക്ഷേത്രം വെറുതെ വിടില്ല എന്നാണ്. അപ്പം ഈ പറയുന്നതിനോട്ട് കൊള്ളയടിക്കലാണ് ലക്ഷ്യം എങ്കിൽ അത് അംഗീകരിക്കുകയാണല്ലോ വേണ്ടത്. അത് മാത്രമല്ല, ഈ ടിപ്പു സ്വയം എൻ്റെത് ജിഹാദാണെന്നും ഞാൻ ക്ഷേത്രങ്ങളെ ഞാൻ എന്ത് നിന്നാലും ക്ഷേത്രത്തെ വെറുതെ വിടില്ല എന്നൊക്കെ പ്രഖ്യാപിച്ചിരിക്കുന്ന സമയത്താണ് ആളുകൾ പോയിട്ട്, അയ്യോ ടിപ്പു വെറുതെ പറഞ്ഞതായിരിക്കും, അത് ടിപ്പു ഒരിക്കലും ചെയ്യില്ല, ടിപ്പു കള്ളം പറയുകയാണ്. അതാണ് അതിൽ ഏറ്റവും നമുക്ക് രസം തോന്നുന്നൊരു കാര്യം. ഇവർ പറയുന്നത് ടിപ്പു കള്ളം പറയുകയാണെന്നാണ്. എനിക്ക് മനസ്സിലാകാത്തത് ടിപ്പുവിൻ്റെ മന്ത്രിക്ക്, ടിപ്പുവിൻ്റെ സേനാനായകന് കത്തയക്കുന്നു, ഞാൻ ഇത്ര പേരെ കൺവേർട്ട് ചെയ്തു. അത് ടിപ്പു അഭിനന്ദിച്ച് കത്തയക്കുന്നുണ്ട്, നീ 163 നായർ പടയാളികളെ ചേലാകർമ്മം നടത്തിയതിൽ ഞാൻ സന്തോഷവാനാണ്, നീ ചെയ്തത് നല്ല കാര്യമാണ്, അവരെ നമ്മുടെ അഹമ്മദീയ ആർമിയിലേക്ക് ചേർക്കൂ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ടിപ്പു മറ്റുള്ളവർക്ക് അയച്ച കത്തുകൾ ലഭ്യമാണ്. ഈ പൊതുവായി പറയുമ്പോൾ ടിപ്പുവിൻ്റെ ഒരു പടയോട്ടത്തിനൊരു തടസ്സമായി നിന്നത് തിരുവിതാംകൂറിൻ്റെ ഒരു പോരാട്ടമായി. തീർച്ചയായിട്ടും. അപ്പോൾ അതിനെക്കുറിച്ച് ചരിത്രത്തിൽ എന്താണ് പറയുന്നത്? ടിപ്പു, നമ്മൾ നേരത്തെ കണ്ടൊരു കാര്യം, ടിപ്പുവിൻ്റെ ഒരു മുന്നേറ്റ സമയത്ത് മംഗലാപുരത്ത് കാര്യമായ ചെറുത്തീർപ്പുണ്ടായില്ല, കുടകിലുണ്ടായിരുന്നു, പക്ഷേ അവരുടെ സൈന്യം ഒരു ആധുനിക സൈന്യമായിരുന്നില്ല, ഒപ്പം ചതിക്കപ്പെടുകയും ചെയ്തു. അതിനുശേഷം ഇങ്ങോട്ട് കോഴിക്കോട്, മലപ്പുറം, അവിടെയൊക്കെ മലബാർ മേഖലയിൽ മൊത്തത്തിൽ ധാരാളം നായർ, ഈഴവ തീയ പടയാളികളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പക്ഷേ അവരൊന്നും ഒരു വെൽ ട്രെയിൻഡ് സൈന്യമായിരുന്നില്ല. ടിപ്പു വരുന്നത് പീരങ്കികളുമായിട്ടും ഫ്രഞ്ച് ആർമി ട്രെയിൻ ചെയ്തെടുത്ത സൈന്യവുമായിട്ടാണ്. ഇവർക്ക് പിടിച്ചു നിൽക്കുന്നതിനൊരു പരിധിയുണ്ട്. പക്ഷേ ആദ്യമായിട്ട് ടിപ്പു ഒരു അതായത് നമ്മുടെ
ഡച്ച് യുദ്ധത്തിൽ പരാജയപ്പെട്ട സമയത്ത് ഡച്ച് സൈന്യാധിപനെ മാർത്താണ്ഡവർമ്മ തന്നെ കൂടെ കൂട്ടുകയും അദ്ദേഹത്തിനെ കൊണ്ട് തിരുവിതാംകൂർ സൈന്യത്തെ ആധുനിക രീതിയിൽ അഭ്യസിപ്പിക്കുകയും ചെയ്യുന്നു. അതായത് തിരുവിതാംകൂറിൻ്റെ സൈന്യം ആധുനിക യൂറോപ്യൻ ശൈലി കൂടി പഠിച്ച സൈന്യമായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല, അന്നത്തെ തിരുവിതാംകൂർ അതിനുശേഷം മാർത്താണ്ഡവർമ്മയ്ക്ക് ശേഷം ധർമ്മരാജ, ഒപ്പം ധർമ്മരാജയ്ക്ക് വേണ്ടിയിട്ട് അവിടുത്തെ കാര്യങ്ങൾ ചെയ്തിരുന്നത് സാക്ഷാൽ രാജാ കേശവദാസൻ. നമ്മൾ രാജാ കേശവദാസൻ ശരിക്കും നമ്മുടെ മുഴുവൻ ചരിത്രത്തിൽ തന്നെ ഓർത്തിരിക്കേണ്ട വലിയൊരു ആളാണ്. ഒപ്പം അങ്ങനെ ടിപ്പു വരുന്നു എന്നറിയുന്ന സമയത്ത് ഈ ഡച്ച്, അതായത് തിരുവിതാംകൂറിൻ്റെയും തൊട്ടപ്പുറത്ത് കിടക്കുന്ന രാജ്യങ്ങളുടെയും ഇടയിൽ, കൊച്ചിയുടെയും ഇടയിൽ ഡച്ചുകാരുടെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് പ്രദേശമുണ്ട്. അവിടെ വലിയൊരു കോട്ടയും കെട്ടിപ്പടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ നെടുങ്കോട്ട എന്ന് പറയുന്നത് വലിയ വെട്ടുകല്ലിൽ ഉണ്ടാക്കിയൊരു കോട്ട. അതിനുശേഷം ഒരു വലിയ കിടങ്ങ് മരങ്ങളൊക്കെ വെച്ചിട്ട് തിരുവിതാംകൂറിൻ്റെ അതിർത്തി പൂർണ്ണമായും കവർ ചെയ്യുന്ന ഒന്നായിരുന്നു നെടുങ്കോട്ട. ഈ നെടുങ്കോട്ട, അതിൻ്റെ പിന്നിൽ രാജാ കേശവദാസിൻ്റെ നേതൃത്വത്തിൽ, അദ്ദേഹം സൈന്യാധിപനും ദളവയൊക്കെ ആയിരുന്നല്ലോ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യം ഇവരെല്ലാം തയ്യാറായി നിൽക്കുമായിരുന്നു. ഒപ്പം തിരുവിതാംകൂർ വളരെ പ്ലാൻ ചെയ്തിട്ടായിരുന്നു ഈ ഒരു കോട്ട തകർത്ത് ടിപ്പു കടക്കില്ല എന്നും, കോട്ടയുടെ ഒരു വീക്കായിട്ടുള്ള സെഷൻ നോക്കി അതുവഴിയാണ് ടിപ്പു വരാൻ സാധ്യതയെന്നൊക്കെ കണക്ക് കൂട്ടിയിട്ട് തിരുവിതാംകൂർ ഇവിടുത്തെ പ്രമുഖ കളരികളിൽ നിന്ന് കളരി വൈഭവം കിട്ടിയിട്ടുള്ള ആളുകളെ, അവരുടെ കൂട്ടത്തിലൊന്നായിരുന്നു നമ്മുടെ വൈക്കം പത്മനാഭപിള്ള. അങ്ങനെ ഇവരെയൊക്കെ കൂട്ടിയിട്ട് ഇവരെ തയ്യാറാക്കി അവിടെ നിർത്തിയിരിക്കുകയായിരുന്നു. അവർ തിരുവിതാംകൂർ പ്ലാൻ ചെയ്തതുപോലെ ആലോചിച്ച് നോക്കണം. ഈ പറയുന്നത് തിരുവിതാംകൂറിൻ്റെ അതിർത്തിക്ക് വെളിയിലാണ്, ഈ ഡച്ചുകാരിൽ നിന്ന് കിട്ടിയ നമ്മുടെ കൊടുങ്ങല്ലൂരിന് അപ്പുറം ആണ് ഈ നെടുങ്കോട്ട. ഇവർ കരുതുപോലെ തന്നെ ടിപ്പു എത്തുന്നു. ഇതിൻ്റെ വീക്കായിട്ടുള്ള സ്ഥലം നോക്കി ടിപ്പു കുറച്ച് കല്ലൊക്കെ ഇട്ട് നികത്തി അകത്ത് കയറുന്നു. ടിപ്പുവിൻ്റെ സൈന്യം ചെന്ന് കയറുന്നത് ഈ ഇവർ തയ്യാറായിരിക്കുന്നിടത്തേക്കാണ്. ടിപ്പുവിനൊന്നും ചെയ്യാൻ സാധിക്കുന്നതിന് മുമ്പ് തന്നെ ഈ സൈന്യം, തിരുവിതാംകൂർ സൈന്യം ചാടി വീണ്, രണ്ട് വശങ്ങളിൽ നിന്ന് ചാടി വീണ് ടിപ്പുവിൻ്റെ ആർമിയെ ശരിക്കും അവർക്കൊന്നും ചെയ്യാൻ തന്നെ സാധിക്കില്ല. കാരണം ഇടുങ്ങിയൊരിടമാണ്, അവിടെ മുമ്പോട്ടും പുറകോട്ടും ഓടാനുള്ള സൗകര്യം പോലും ഇല്ല. ചെന്ന് വീഴുന്നവരെ രണ്ട് വശത്തു നിന്നും വെട്ടിക്കൊണ്ടിരിക്കുക എന്ന അവസ്ഥയാണ്. അതിനിടയ്ക്കാണ് ഈ വൈക്കം പത്മനാഭപിള്ളയുടെ നേതൃത്വത്തിൽ ഒരു സംഘം ചാടി വീഴുകയും ടിപ്പുവിനെ വെട്ടി ടിപ്പുവിൻ്റെ കാലിന് പരിക്കേറ്റു. അതുമാത്രമല്ല, അന്ന് ടിപ്പുവിൻ്റെ വേഷം ധരിച്ച് ഒരു മംഗലാപുരത്തു നിന്നുണ്ടായിരുന്ന ഒരു സൈനികൻ ടിപ്പുവിൻ്റെ വേഷം ധരിച്ച് തിരുവിതാംകൂറിനെ തെറ്റിദ്ധരിപ്പിക്കുകയും തിരുവിതാംകൂർ അത് ടിപ്പുവാണ് എന്ന് കരുതി അയാളെ പിടിക്കുകയും അങ്ങനെ ബാക്കി സൈനികർ ടിപ്പുവിനെ എടുത്തുകൊണ്ട് ഓടുകയായിരുന്നു, ടിപ്പുവിനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകായിരുന്നു. അതിനുശേഷം ടിപ്പുവിൻ്റെ കാലിൽ വെട്ടുകിട്ടി ചരിത്രകാരന്മാർ വൈക്കം പത്മനാഭപിള്ള വെട്ടിയതാണെന്നും അല്ല വെട്ടിയപ്പോൾ കുതിരപ്പുറത്ത് നിന്ന് വീണതാണെന്നും രണ്ടഭിപ്രായമുണ്ട്. നമ്മൾ ടിപ്പുവിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ധാരാളം പേര് ടിപ്പുവിനെ വെട്ടിയതല്ലെന്നും ടിപ്പു തന്നെ വീണതാണെന്നും ഒക്കെയുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. കാരണം എങ്ങനെയെങ്കിലും ടിപ്പുവിനെ ഒരു ഹീറോ ഇമേജിൽ എത്തിക്കുക എന്നാണല്ലോ. അപ്പോൾ എന്തായാലും ടിപ്പു അതിനുശേഷം ആജീവനാന്തം ടിപ്പുവിൻ്റെ കാലിൽ മുടന്തുണ്ടായിരുന്നു എന്നതും ഒരു സത്യമാണ്. അപ്പം അതിനുശേഷം ടിപ്പുവിൻ്റെ ഈ ടിപ്പുവിൻ്റെ കൊടി, വാള് ഇതൊക്കെ എടുത്തിട്ട് ടിപ്പു പരാജയപ്പെട്ടല്ലോ. അങ്ങനെ അതായത് ടിപ്പു വരുന്നത് പത്മനാഭസ്വാമിയുടെ കൊടിമരത്തിൽ തൻ്റെ കുതിരയെ കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ടാണ്. ആ പത്മനാഭസ്വാമിയുടെ എഴുന്നള്ളത്തിന് ഇപ്പോഴും ടിപ്പുവിൻ്റെ കൊടി ഉപയോഗിക്കുന്നുണ്ട്. ആറാട്ടിൻ്റെ ടിപ്പുവിൻ്റെ കൊടി അവർ കൊണ്ടുപോകാറുണ്ട്. അങ്ങനെയാണ് ആദ്യത്തെ യുദ്ധത്തിൽ ടിപ്പു പരാജയപ്പെടുന്നത്. തിരികെ പോയിട്ട് വീണ്ടും ടിപ്പു തിരികെ എത്തുന്നു. ഇപ്രാവശ്യം നെടുങ്കോട്ട തകർത്ത് അകത്ത് കയറുന്നു. അതിനുശേഷം അതായത് ഈ ഭാഗം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഒരു ആക്രമണമാണ് ടിപ്പു അഴിച്ചുവിട്ടത്. കൊടുങ്ങല്ലൂർ ഭാഗത്ത് അവിടെ ഉണ്ടായിരുന്ന ക്ഷേത്രങ്ങൾ, നമ്മുടെ കൊടുങ്ങല്ലൂർ കാവ് അടക്കമുള്ള സ്ഥലങ്ങൾ, പിന്നെ ജെസ്യൂട്ട് പാതിരിമാരുടെ ഒരു പള്ളിയുണ്ട്. ഈ പള്ളി അവിടെ കത്തിച്ച് അവിടുത്തെ സംസ്കൃതം, തമിഴ് ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഒരുപാട് ഗ്രന്ഥങ്ങൾ, ഇത് ഇവരുടെ ഒരു ഹോബിയാണല്ലോ ഈ ഗ്രന്ഥങ്ങൾ കത്തിക്കുക. അത് ടിപ്പുവും ചെയ്തു. ആ ഗ്രന്ഥങ്ങൾ കത്തിച്ചു. ഒപ്പം ശരിക്കും ടിപ്പു അവിടെയാണ് ഒരു വലിയ മണ്ടത്തരം കാണിച്ചത്. ടിപ്പു അവിടെ ഉണ്ടായിരുന്ന വലിയ കെട്ടിടങ്ങൾ, ധാരാളം ഡച്ചുകാരുടെ കോളനി ആയിരുന്നു, ഡച്ചുകാരുടെ കയ്യിലുള്ള, അവിടെ ധാരാളം പള്ളികൾ, അമ്പലങ്ങൾ ഒക്കെ, വലിയ കെട്ടിടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം ടിപ്പു പൊളിച്ചു, അതെല്ലാം കത്തിച്ചു. അങ്ങനെ കത്തിച്ച് ഇതേതാണ്ട് നിരപ്പാക്കിയിട്ടാണ് ആലുവ പുഴയുടെ തീരത്തേക്ക് ടിപ്പു എത്തുന്നത്. ആ സമയത്തേക്ക് മൺസൂൺ സ്റ്റാർട്ട് ചെയ്ത് ടിപ്പു ഇവിടെ നിൽക്കുന്ന സമയത്ത് തിരുവിതാംകൂർ സൈന്യം പിൻവലിഞ്ഞ് ആലുവ പുഴയ്ക്ക് പിന്നിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. അതായത് ടിപ്പു പുഴ കടന്നു വന്നാൽ ആക്രമിക്കും. ഒപ്പം തിരുവിതാംകൂറിൻ്റെ സഖ്യകക്ഷിയാണ്
ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സഹായിക്കാൻ വരും. അങ്ങനെ ഒരു പ്ലാനിലാണ് തിരുവിതാംകൂർ നിൽക്കുന്നത്. ആ സമയത്ത് യുദ്ധം ഇപ്പോഴും നേർക്കുനേർ യുദ്ധം നടന്നിട്ടില്ല. ആ സമയത്ത് ആലുവപ്പുഴയിൽ ശക്തമായ വെള്ളപ്പൊക്കം ഉണ്ടായി. അത് മൺസൂൺ കൊണ്ടാണ് എന്നൊരു വിഭാഗം പറയുന്നുണ്ട്. അതല്ല, വൈക്കം പത്മനാഭപിള്ളയുടെ നേതൃത്വത്തിൽ അവർ ഭൂതത്താൻകെട്ട് അണക്കെട്ട് പൊളിച്ചുവിട്ട വെള്ളമാണ് എന്നും തിരുവിതാംകൂറിൽ ഇങ്ങനെ ഇതും പറയുന്നുണ്ട്. വിക്രം സമ്പത്തിൻ്റെ പുസ്തകത്തിൽ ഈ രണ്ട് കാര്യങ്ങളും പറയുന്നുണ്ട്. അത് വായിച്ചിരിക്കേണ്ടതാണ്. വിക്രം സമ്പത്ത് ഈ കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽഡായി വിത്ത് പ്രൂഫ്, വലിയൊരു പുസ്തകമാണ്. ടിപ്പുവിനെക്കുറിച്ച് അറിയാൻ വളരെ ന്യൂട്രലായിട്ടും ഒട്ടും ബയാസ്ഡ് അല്ലാത്ത ഡോക്യുമെൻറ്റ്സിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അത് വായിച്ചു നോക്കുന്നത് മനസ്സിലാവും. അപ്പം ഇങ്ങനെ ഈ പ്രാവശ്യം ടിപ്പുവിൻ്റെ സൈന്യത്തിൽ വലിയൊരു ഭാഗം ഒലിച്ചുപോയി. ഏതാണ്ട് ഈ സമയമായപ്പോഴേക്കും ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബ്രിട്ടനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയും ശ്രീരംഗപട്ടണത്തിലേക്ക് മാർച്ച് തുടങ്ങുകയും ചെയ്തു. അതോടുകൂടിയിട്ട് ടിപ്പു തിരുവിതാംകൂറിനെ വിട്ട് പിൻവാങ്ങി. അതോടുകൂടി ടിപ്പുവിൻ്റെ അവസാനം തുടങ്ങുകയും ചെയ്തു. അതായത് ടിപ്പു ആദ്യമായിട്ടും അവസാനമായിട്ടും ആദ്യമായിട്ട് പരാജയപ്പെടുന്നത് തിരുവിതാംകൂറിന് മുന്നിലാണ്. പരാജയപ്പെട്ട് തിരിച്ചു പോകുന്നതോട് കൂടിയിട്ട് ടിപ്പുവിൻ്റെ അവസാനം ആരംഭിക്കുകയും ചെയ്തു. ടിപ്പുവിൻ്റെ ഒരു സാമ്രാജ്യത്തിൻ്റെ ഒരു അധപ്പതനം അവിടെ നിന്ന് തുടങ്ങുകയാണ്. അതെ. ഈ ഒരു ചരിത്രം ഇത് എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ ചരിത്ര രേഖകളുടെ പിൻബലത്തിലാണ് നമ്മൾ ഇത്രയും പറഞ്ഞത്. അതെ. പക്ഷേ ഈ ചരിത്രം ഇപ്പോൾ പറയുമ്പോൾ തന്നെ പലപ്പോഴും അതിന് എതിർത്തുകൊണ്ട് വരുന്നത് ടിപ്പു അങ്ങനെയാണ്, ടിപ്പു ഇങ്ങനെയാണ്, ടിപ്പു അങ്ങനെയൊന്നും ആയിരുന്നില്ല, ടിപ്പു മതഭ്രാന്തനല്ല, ടിപ്പു ഒരു മതേതരനായിരുന്നു. അതിന് ഉദാഹരണമായിട്ട് പറയുന്നത് മൈസൂരിൽ ക്ഷേത്രങ്ങൾക്ക് പൈസ കൊടുത്തു, പൂർണ്ണയ്യ നേരത്തെ നമ്മൾ സംസാരിച്ചല്ലോ. പക്ഷേ ടിപ്പു ചെയ്തത് കറക്റ്റായിട്ടുള്ളൊരു രാജ്യതന്ത്രത്തിൻ്റെ ഭാഗമായിരുന്നു. എനിക്ക് തോന്നുന്നു ഹൈദറിൽ നിന്ന് കിട്ടിയതായിരിക്കാം. അതെ അതെ. മൈസൂറിൽ ഒരു ഹിന്ദു ഭൂരിപക്ഷ മേഖലയിൽ ഹിന്ദുക്കളെ അധികം പ്രശ്നം ഉണ്ടാക്കാൻ അനുവദിക്കാതെ അവരെ ഒരു രീതിയിൽ ഇങ്ങനെ കൈകാര്യം ചെയ്ത് നിർത്തി. പക്ഷേ ആക്രമിക്കാൻ പോകുന്നിടത്തെല്ലാം തങ്ങളുടെ മതഭ്രാന്ത് കൃത്യമായിട്ട് പ്രകടിപ്പിച്ചു. ഈ ഒരു കാര്യമാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാര്യം ബാക്കി എല്ലായിടത്തും ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ടിപ്പു കൃത്യമായിട്ട് ചെയ്തിരുന്നു. അതുമാത്രമല്ല, ഇപ്പോൾ ഇതിനകത്തൊരു ചോദ്യമുള്ളത്, ഇപ്പോൾ ക്ഷേത്രങ്ങൾ ആക്രമിച്ച് തകർത്തു അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലിരുന്ന സ്വർണത്തിന് വേണ്ടിയിട്ടൊക്കെയാണെന്ന് പറയാമെങ്കിലും എന്തുകൊണ്ടാണ് പശുവിൻ്റെ കുടൽമാലകൾ അത് വളരെ അതാണ് അതിനകത്തിലെ ഏറ്റവും കൃത്യമായി നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം. ഈ നമ്മൾ മുമ്പേ പറഞ്ഞാണ് നമ്മുടെ സുവർണ ക്ഷേത്രത്തിൽ പശുവിനെ കൊന്ന് രക്തം നിറയ്ക്കുന്നതൊക്കെ. അത് ഒരു ഹിന്ദു, അതായത് വിശ്വാസപ്രകാരം, ഹിന്ദുമത വിശ്വാസപ്രകാരം പശുമാംസം കഴിച്ച ഒരാൾക്ക് ഹിന്ദുവായി തുടരാൻ കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് നമ്മുടെ മലബാർ കോസ്റ്റിൽ ഇപ്പം കൊടുങ്ങല്ലൂർ ഒരാളെ മതം മാറ്റിയിട്ട് ടിപ്പു തിരികെ ശ്രീരംഗപട്ടണത്തിലേക്ക് പോയാൽ അന്നത്തെ കാലത്താണ്, ഇവിടെ നിന്ന് ശ്രീരംഗപട്ടണത്ത് എത്താൻ തന്നെ ടിപ്പു 2 വർഷം പിടിക്കും. തിരികെ എത്തിക്കഴിഞ്ഞാൽ ഇയാൾക്ക് തിരികെ മതം മാറാവുന്നതേ ഉള്ളല്ലോ. മതം മാറ്റം ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് അവരെ കൊണ്ട് പശുമാംസം കഴിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ക്ഷേത്രം പൊളിച്ച് ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങളിൽ പശുവിനെ കൊന്ന് രക്തമൊഴിക്കാൽ പശുവിനെ കൊന്ന സ്ഥലത്ത് വീണ്ടും ഒരു ക്ഷേത്രം പണിയാൻ പാടില്ല. അതായത് ഒറ്റയടിക്ക് 2 കാര്യം ഉറപ്പിക്കുകയാണ്. അവിടെ ആൾ തിരികെ ഹിന്ദുമതത്തിലേക്ക് എത്തില്ല, പിന്നെ മാത്രവുമല്ല അവിടെ ക്ഷേത്രം പുനരുദ്ധരിക്കത്തില്ല. അതെ, അത് മാത്രമല്ല, സ്വാഭാവികമായിട്ടും ആളുകൾ ചിന്തിക്കേണ്ടത് അവർ നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചതല്ലേ നമ്മളെന്താണത് കരുതുന്നതാണ്. പക്ഷേ നമ്മുടെ കേരളത്തിലെ അന്നുണ്ടായിരുന്ന ബ്രാഹ്മണ്യം, അവർ ജാതി ബ്രാഹ്മണർ, അവർ മറ്റുള്ളവരെ തിരികെ വരാൻ സമ്മതിക്കില്ല. ഇതുതന്നെയാണ് കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നും. ഈ സാമൂതിരിയുടെ കാലത്തൊക്കെ നടന്നിട്ടുള്ള പല പ്രശ്നങ്ങളിലെയും കാരണം ഈ വിശ്വാസ പ്രമാണങ്ങളിൽ അടിയുറച്ച് നിൽക്കുക, ഇത്തരം കാര്യങ്ങൾക്ക് എതിർപ്പ് കൊണ്ടുവരിക, ഇതൊക്കെയാണ്. എനിക്ക് തോന്നുന്നു 1921 തോന്നുന്നു കുറച്ചെങ്കിലും ഒരു മാറ്റം വരുത്തി ശുദ്ധീകരണം നടത്തി തിരിച്ചു കൊണ്ടുവന്ന. ശരിക്കും ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ ഒരു കാര്യം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു ക്ലാരിറ്റി എടുത്തുള്ളൂ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇതൊരു തന്ത്രമാണ്. അതായത് ആദ്യത്തെ ഇസ്ലാമിക ആക്രമണം മുതൽ അവർ കണ്ടുപിടിച്ച കാര്യങ്ങളാണ്. പശുവിനെ കൊല്ലുക, അതായത് ആക്രമിക്കാൻ വരുന്ന സൈന്യത്തിന് മുമ്പിലേക്ക് പശുവിനെ ഇട്ട് കൊടുക്കുക, മതം മാറ്റുക, പിന്നെ അതുമാത്രമല്ല ചില ജാതികൾക്ക് മാത്രമേ സൈന്യത്തിൽ തുടരാൻ പറ്റൂ, ഇങ്ങനെ പലതും ചെയ്യാനുള്ളൂ. ഇതിനൊക്കെ ഒരു അവസാനം കൊണ്ടുവന്ന ആദ്യത്തെ ആൾ ശിവാജിയാണ്. ശിവാജി ഈ മുഴുവൻ കാര്യങ്ങളെയും കളഞ്ഞിട്ട് അന്ന് വരെ ഉണ്ടായിരുന്ന രാജാക്കന്മാരുടെ ദൗർബല്യങ്ങളെല്ലാം കളഞ്ഞ് മുഗളന്മാർക്കെതിരെ അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക ശക്തിക്കെതിരെ എന്ത് തിരിച്ച് തന്ത്രം പയറ്റണമെന്ന് മനസ്സിലാക്കിയ ഒരേ ഒരു രാജാവും ശിവാജിയായിരുന്നു. മറ്റുള്ള ആളുകളൊക്കെ പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടു ആ ഒരു കാര്യത്തിൽ.
എന്തായാലും ടിപ്പുവിൻ്റെ ഒരു ചരിത്രം അത് മാത്രമല്ല AI കൊണ്ട് അങ്ങനെ അത്രയും വലിയ അതിന് ചെറിയ എഫർട്ടൊന്നും അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. കാര്യം ഒരു വീഡിയോയിൽ തന്നെ 8 സെക്കൻഡൊക്കെയാണ് സാധാരണ AI തരുന്നത്. അങ്ങനെ ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു മണിക്കൂർ ഞാൻ ആ 2 ഭാഗങ്ങളിലായിട്ട് ഒരു 250 വീഡിയോസ് ഉണ്ട്. അത് നമ്മുടെ പ്രോംപ്റ്റിലൊരു 80% സക്സസ് ആയി എന്ന് കരുതി കഴിഞ്ഞാൽ പോലും 250 വീഡിയോയിൽ 80%മാണ് ഈ 250. ഒരു ധാരാളം ഒരു 3 മാസം വേണ്ടി വന്നു എനിക്ക് അത്ര വീഡിയോ ഉണ്ടാക്കാൻ. അതിൽ വീഡിയോ ഉണ്ടാക്കുന്ന 1, 2 ഈ ഞാൻ അതിൽ പറഞ്ഞിരിക്കുന്ന പലരും ഇതുകൂടി പറഞ്ഞാലൊരു ക്ലാരിറ്റി ഉണ്ടാകും. പലരും ഈ വീഡിയോയുടെ കണ്ടൻറ് എടുത്ത് ജെമിനയിലും ChatGPTയിലും ഒക്കെ കൊടുത്തിട്ട് ഇത് അനലൈസ് ചെയ്യൂ എന്ന് പറയുന്നുണ്ട്. അപ്പം പലപ്പോഴും ജെമിനി ChatGPTയോ ഇതിന് പ്രൂഫില്ല അങ്ങനെ പലതും പറയുന്നുവെന്ന്. സത്യത്തിൽ അതിൽ എഴുതിയിരിക്കുന്ന ഓരോ വരിയും ജെമിനയുടെയോ ChatGPTയുടെയോ ഒക്കെ ഡീപ്പ് റിസർച്ച്, അതായത് നമ്മൾ വെറുതെ പ്രോംപ്റ്റ് കൊടുത്താൽ അതിന് മുഴുവൻ ഡേറ്റ കിട്ടണമെന്നില്ല. ഡീപ്പ് റിസർച്ചിൽ കൂടി വെരിഫൈ ചെയ്ത് 1-ലേറെ പുസ്തകങ്ങൾ ഞാൻ വിക്രം സമ്പത്തിൻ്റെ പുസ്തകം റെഫറൻസിന് ഉപയോഗിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല ജെമിനയിലൂടെ ഓൺലൈൻ റിസർച്ച് ചെയ്ത് അതിൽ ആർക്കൈവ്സിൽ നിന്ന് കിട്ടിയ പ്രൂഫ് കിട്ടിയിട്ടുണ്ട്. അത്തരം മുഴുവൻ അത് ഞാൻ എന്തുകൊണ്ട് പലരും പറയുന്നുണ്ട് എന്തുകൊണ്ട് നിങ്ങൾ അതിൽ ഉൾക്കൊള്ളിച്ചില്ല എന്ന് വീഡിയോയിൽ. അതിൻ്റെ കാലതാമസം കൊണ്ടാണ് ഞാൻ അതിൻ്റെ കോപ്പിറൈറ്റ് കാരണം വീഡിയോ പോകരുത് എന്നൊരു കാര്യമുള്ളതുകൊണ്ട് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന മ്യൂസിക് അതിന് വേണ്ടിയിട്ട് 2-3 പാട്ടുകൾ AI കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ മ്യൂസിക് ഇതെല്ലാം ഞാൻ സ്വയം അതിൽ ജനറേറ്റ് ചെയ്തതാണ്. അപ്പം ടൈം ഒരു വിഷയമാണ്. പക്ഷേ അതിലെഴുതിയിരിക്കുന്ന ഓരോ വരിക്കും ഹിസ്റ്റോറിക്കൽ പ്രൂഫുണ്ട്. ഇനിയും ആരെങ്കിലും ഇത് കാണുന്ന ആർക്കെങ്കിലും ജെമിനയിലോ ChatGPTയിലോ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ പ്രോംപ്റ്റ് കൊടുത്താൽ അത് നിങ്ങൾക്ക് ഒരു കൃത്യമായ ഡേറ്റ തരില്ല. കാരണം നമ്മൾ ഈ പറഞ്ഞ ഈ ChatGPTക്കും ട്രെയിനിങ് ഡേറ്റ ഉണ്ടല്ലോ. ഓക്കെ, അതുകൂടി പറഞ്ഞേക്കാം. ട്രെയിനിങ് ഡേറ്റ ഉണ്ടല്ലോ, അതായത് ഇതിന് കിട്ടിയിരിക്കുന്ന ഡേറ്റ ഈ ആർക്കൈവ്സും കിട്ടിയിട്ടുണ്ട് കുറേയൊക്കെ. ഒപ്പം അതിന് ഈ കുറേ വർഷങ്ങളായി പലരും എഴുതിയിരിക്കുന്ന ഈ ടിപ്പു കള്ളം പറഞ്ഞാവാൻ സാധ്യതയുണ്ട് എന്നുള്ള ലേഖനങ്ങളുണ്ട്. അപ്പോൾ ChatGPTയോട് നമ്മൾ വളരെ ഷാലോ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇത് 2 കൂടി എടുത്തിട്ട് ഇതിൽ നിന്നാണ് ഇങ്ങനെ ചിലർ പറയുന്നുണ്ട് പക്ഷേ ഇത് ഇങ്ങനെ ആകാനും അഭിപ്രായമുണ്ട് എന്നുള്ള രീതിയിലുള്ള ഉത്തരം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഇതേക്കുറിച്ച് വ്യക്തമായിട്ട് അറിയണമെങ്കിൽ ഞാൻ പറയുന്നത് ഇവിടെ ഈ വിക്രം സമ്പത്തിൻ്റെ പുസ്തകം ആമസോണിൽ ലഭ്യമാണ്. വായിക്കുക. അതിൽ കൃത്യമായ റെഫറൻസുകളുണ്ട്. ഈ പറഞ്ഞ മുഴുവൻ പോയിന്റുകൾക്ക് ഇതിനപ്പുറവും ഞാൻ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ നമ്മളിവിടെ സംസാരിച്ച ആ AI വീഡിയോയിലുള്ള കാര്യങ്ങൾ തന്നെ വളരെ കുറവാണ്. അതിലൊരു 10 ഇരട്ടി അല്ലെങ്കിൽ 20 ഇരട്ടി അട്രോസിറ്റീസ് ടിപ്പു ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ജെമിനിയിൽ ഡീപ്പ് റിസർച്ചിലിടുക. ഇട്ടതിന് ശേഷം കൃത്യമായി ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഹിസ്റ്റോറിക്കൽ ആർക്കൈവ്സിൽ നിന്ന് പ്രൂഫ് എടുത്ത് നോക്കാൻ പറയുക, അത് തരാൻ പറയുക. കൃത്യമായിട്ട് അതിനുള്ള പ്രൂഫുകൾ എടുത്തു തരും. ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും അതൊരു ആവർത്തനമാണ്. അപ്പോൾ ഈ ടിപ്പു ചെയ്ത ക്രൂരതകൾ അത് ടിപ്പുവിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഇതേ പാറ്റേൺ അത് കാലങ്ങളായിട്ട് നടക്കുന്നതാണ്, ഇന്നും പലയിടങ്ങളിലും നടക്കുന്നതുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനൊക്കെ നമുക്കെപ്പോഴും ഇങ്ങനെയൊരു കാര്യം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ കണക്കാക്കുന്നത് അതിനു മുന്നേയും അത് സംഭവിച്ചിട്ടുണ്ട്, അതിന് ശേഷവും സംഭവിച്ചിട്ടുണ്ട്, ഇന്നത്തെ കാലത്തും അത് നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് കൊണ്ടാണ്. പ്രത്യേകിച്ചും കാഫറുകളെ ഇല്ലാതാക്കുക എന്നുള്ളത് ഇന്നത്തെ കാലത്തും അങ്ങനെ ഒരു പ്രഖ്യാപനങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. അതിലൊരു സംശയമില്ല. അപ്പോൾ അത് എത്രയോ കാലമായിട്ട് തുടർന്നു വരുന്ന ഒരു പാറ്റേണിൻ്റെ ഭാഗമാണ്. അത് ആ ഒരു അങ്ങനെയുള്ള ആക്രമണകാരികളുടെ മതതീവ്രവാദികളുടെ ഒരു സ്വഭാവവുമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഈ നമ്മുടെ ആർക്കിയോളജിസ്റ്റായിട്ടുള്ള KK മുഹമ്മദ് സാർ പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മൾ എന്താണോ ചെയ്തത് അത് ചരിത്രത്തിലെ കൊള്ളരുതായ്മകൾ അല്ലെങ്കിൽ സംഭവിച്ച കാര്യങ്ങൾ അത് വെച്ചിട്ട് ഇന്നത്തെ ആളുകളെ അങ്ങനെ കാണണമെന്നല്ല പറയുന്നത്. പക്ഷേ ചരിത്രത്തിൽ നടന്ന ആ കൊള്ളരുതായ്മകൾ നമ്മൾ മനസ്സിലാക്കുകയെങ്കിലും വേണം. എങ്കിൽ മാത്രമേ ഇതിൽ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്താം. നമ്മളിത് കേൾക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു ചിന്ത ഹിന്ദുക്കൾ ഇരകളാണ് എന്നാണ്. സത്യത്തിലൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ കേരളത്തിലോ കുടകിലോ മംഗലാപുരത്തോ ഇന്ന് കാണുന്ന ഒരു ഹിന്ദു ഇതിൻ്റെ ഇരയല്ല. കേരളത്തിലുള്ള ഒരു ഹിന്ദുവിനും ഇതുകൊണ്ട് എന്ത് നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്? ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം അവരുടെ പൂർവികരെ മതം മാറ്റിയിട്ടില്ല, അവരുടെ പൂർവികരായിട്ടുള്ള സ്ത്രീകളെ നിർബന്ധമായി പിടിച്ച് മറ്റൊരാൾക്ക് വിവാഹം കഴിച്ചു കൊടുത്തിട്ടില്ല, അവരെ കൊണ്ട് പശുമാംസം തീറ്റിച്ചിട്ടില്ല, അവരെ കൊല്ലുന്നിട്ടില്ല, അല്ലേ? സത്യത്തിൽ ആരാണ് ഇതിൻ്റെ ഇര? ടിപ്പുവിൻ്റെ കേരള ആക്രമണത്തിൻ്റെ, ടിപ്പുവിൻ്റെ പടയോട്ടത്തിൻ്റെ ഇര കേരളത്തിലെ മുസ്ലിങ്ങളാണ്.
കേരളത്തിലെ മുസ്ലിങ്ങളുടെ പൂർവികരെയാണ് ടിപ്പു നിർബന്ധിത മതപരിവർത്തനം നടത്തിയത്. അവരെയാണ് സൈനികരെ കൊണ്ട് ബലാത്സംഗം ചെയ്യിപ്പിക്കുകയും അവരെയാണ് നിർബന്ധിച്ച് വിവാഹം കഴിപ്പിക്കുകയും സ്ഥലം മാറ്റുകയും ക്രൂരമായി ജയിലിടുകയും ചെയ്തിട്ടുള്ളത്. കേരളത്തിൽ ഒരു ഹിന്ദുവിനെയല്ല, കേരളത്തിലെ മുസ്ലിങ്ങളാണ് യഥാർത്ഥത്തിൽ ടിപ്പുവിൻ്റെ ആക്രമണത്തിൻ്റെ ഇര. അത് മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ മുസ്ലിങ്ങളാണ്. ഈ ടിപ്പുവിൻ്റെ കാര്യം കേൾക്കുമ്പോൾ വർഗീയമാണ് എന്ന് തോന്നുന്നവർ മനസ്സിലാക്കണം, യഥാർത്ഥത്തിൽ ഇരകളാക്കപ്പെട്ട ആളുകളാണ് ടിപ്പുവിന് വേണ്ടിയിട്ട് സംസാരിക്കുന്നത്. അത് മനസ്സിലാക്കുന്നതോട് കൂടിയിട്ട് ഇത് വർഗീയതയല്ല എന്ന്, ഇതൊരു ചരിത്ര സത്യമാണ് എന്നും അക്സെപ്റ്റ് ചെയ്തിട്ട് ടിപ്പു ആക്രമണം നടത്തി, ടിപ്പു കേരളം ആക്രമിച്ചു എന്ന് പറയുന്നത് അക്സെപ്റ്റ് ചെയ്യുന്നത് കൊണ്ട് കേരളത്തിലെ ഒരു മുസ്ലിമിന് എന്ത് നഷ്ടമാണ്? അല്ലെങ്കിൽ ടിപ്പു കേരളം ആക്രമിച്ചു എന്ന് ഞാൻ പറയുന്നത് കൊണ്ട് എനിക്ക് കേരളത്തിൽ എൻ്റെ ഒപ്പം ജീവിക്കുന്ന ഒരു മുസ്ലിമിനോട്, അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തായ ഒരു മുസ്ലിമിനോട് എന്ത് വിരോധമാണ് തോന്നുന്നത്? ടിപ്പു ഒരു ഐഡിയോളജി പിന്തുടർന്നു, അയാളത് പിന്തുടർന്നതിൻ്റെ പേരിൽ കേരളം ആക്രമിച്ചു, ക്ഷേത്രങ്ങൾ തകർത്തു, മതപരിവർത്തനം നടത്തി. പെഹൽഗാമിൽ ആളുകളുടെ മതം നോക്കി അവരെ വെടിവെച്ച് കൊന്നു, ഒരാൾ വെടിവെച്ച് കൊന്നു എന്ന് പറയുന്നത് കൊണ്ട് കേരളത്തിലെ ഒരു മുസ്ലിമിന് എന്താണ് അതിൽ വിഷമിക്കാനുള്ളത്? ഞാനും അയാളും അല്ലെങ്കിൽ നമ്മളൊക്കെയും നമ്മുടെ രാജ്യത്തെ ഓർത്ത്, അല്ലെങ്കിൽ ആ ആക്രമണം നേരിടേണ്ടി വന്ന മനുഷ്യരെ ഓർത്ത് നമ്മൾ സങ്കടപ്പെട്ടു അല്ലേ? അതേപോലെ തന്നെ ടിപ്പുവിൻ്റെ ആക്രമണം നേരിട്ട മനുഷ്യരെ ഓർത്ത് നമ്മളൊക്കെ സങ്കടപ്പെടുന്നു. അതിനപ്പുറം ഈ ഒരു മതഭ്രാന്തനെ പിന്തുണയ്ക്കേണ്ട കാര്യം കേരളത്തിൽ ഇത് മനസ്സിലാകുന്ന ഒരു ഹിന്ദുവിനും ഒരു മുസ്ലിമിനും ഒരു ക്രിസ്ത്യാനിക്കും ഇല്ല. ഇത് നമ്മൾ മനസ്സിലാക്കുന്നതോട് കൂടിയിട്ട് ഇത് വർഗീയതയല്ല എന്നും ചരിത്രം വ്യക്തമായിട്ട് പറയുന്നതാണ് എന്നും ആളുകൾക്ക് മനസ്സിലാകും. അതാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും ടിപ്പുവിനെക്കുറിച്ച് അതിൻ്റെ ചരിത്രരേഖകൾ ഉദ്ധരിച്ചുകൊണ്ട് ഇങ്ങനെയൊരു വീഡിയോ ചെയ്തതിൽ എന്തായാലും ഒരു ചരിത്രം വായിക്കുന്ന അല്ലെങ്കിൽ ചരിത്ര വിദ്യാർത്ഥികളായിട്ടുള്ള സമൂഹം രഞ്ജിത്തിനോടെന്നും കടപ്പെട്ടിരിക്കും. നമസ്കാരം. ഇപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വീഡിയോ കാണണം. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് തീർച്ചയായിട്ടും കൊടുക്കും. അപ്പം അത് കാണണം, കണ്ട് എല്ലാവരും അഭിപ്രായം പറയണം.